पूषा विश्ववेदाः स्वस्तिनस्ताक्षिरो वरिष्ठनेमिः स्वस्ति नो बृहस्पतिर्दधातु। ॐ शान्ति शान्ति शान्तिः। തൃതീയമണ്ഡലം രണ്ടാം ഖണ്ഡം ഒരു സമാപന ആണ്. ഇതിൽ 3 മണ്ഡലങ്ങളാണല്ലോ ഉള്ളത്. 3 മണ്ഡലങ്ങളിലും ഓരോ മണ്ഡലത്തിലും ഈ 2 അധ്യായങ്ങൾ. ഇതിലെ ആദ്യത്തെ അധ്യായം എന്ന് പറയുന്നത് മൂന്നാം മണ്ഡലം രണ്ടാം ഖണ്ഡം. ഇതിലാദ്യത്തെ മുണ്ടകത്തിലെ ആദ്യത്തെ ഖണ്ഡം ഇതാണ് വസ്തു നിർദ്ദേശം എന്ന് പറയുന്നത്. ഇതിനെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ഗ്രന്ഥത്തിൽ ഈ ഒരു വിഷയത്തെയാണ് ഞാൻ വിസ്തരിക്കാൻ പോകുന്നത് എന്നാണ് വസ്തു നിർദ്ദേശം. ഇന്ന വസ്തുവിനെയാണ് പറയുന്നത്. അതിലാദ്യം തന്നെ പരമ്പര പറഞ്ഞു. ബ്രഹ്മാദേവാനാം പ്രഥമ സംഭൂവ. ദേവന്മാരിൽ പ്രഥമൻ ബ്രഹ്മാവായിരുന്നു. പ്രഥമൻ എന്ന് പറഞ്ഞാൽ ദേവന്മാരെന്ന് പറഞ്ഞാൽ സ്വയം അറിവുണ്ടവർക്ക്. അങ്ങനെയുള്ള വലിയ പുണ്യവാന്മാരായ ആളുകളാണ് ദേവന്മാർ. ആ ദേവന്മാരിൽ ഏറ്റവും പ്രഥമ സ്ഥാനം ബ്രഹ്മാവിനാണ്. ബ്രഹ്മാവ് ആ ബ്രഹ്മവിദ്യയെ തൻ്റെ ജ്യേഷ്ഠപുത്രനായ അഥർവാവിന് പറഞ്ഞു കൊടുത്തു. അഥർവണേയം പ്രവദേത ബ്രഹ്മ അഥർവാദാംബുരോ വാച അങ്കിരേ ബ്രഹ്മവിദ്യ. അങ്കി എന്ന ആളിന് പറഞ്ഞു. അങ്കി അങ്കിരസം 2. ആദ്യം എല്ലാവർക്കും ഒരു കൺഫ്യൂഷനുണ്ട്, എനിക്കുണ്ടായിരുന്നു. അങ്കി എന്ന ആളിന് പറഞ്ഞു കൊടുത്തു. അങ്കി അത് സത്യവഹൻ എന്ന ശിഷ്യന് പറഞ്ഞു കൊടുത്തു. സത്യവഹൻ അത് അങ്കിരസിന് ഉപദേശിച്ചു. അങ്കിരസിനോട് അവിടെയാണ് ഉപദേശം, ഇവിടെ ഉപദേശം തുടങ്ങുന്നത്. അങ്കിരസിനോട് ഒരു മഹാശാലൻ, അതായത് വലിയ മഹാഗൃഹസ്ഥൻ, ഗൃഹസ്ഥൻ എല്ലാ രീതിയിലും സമ്പന്നൻ, ആ നാട്ടിലെ ഏറ്റവും പ്രശസ്തനും എല്ലാവർക്കും സഹായിയും എല്ലാവർക്കും എല്ലാ ആവശ്യമുള്ളതൊക്കെ കൊടുക്കാൻ നല്ല ധനിയനാണ് അദ്ദേഹം. അങ്ങനെയുള്ളവരാണ് മഹാശാലന്മാർ, മഹാഗൃഹസ്ഥന്മാർ. എല്ലാ ഈ ഒരു സ്ഥലത്ത് ഒരാളെക്കുറിച്ച് ഇങ്ങനെ വായിച്ചത്, അദ്ദേഹം ആൽവൃക്ഷം പോലെയാണ്. വെച്ചാൽ എന്ത് ആർക്കാവശ്യം എല്ലാവർക്കും നന്മ ചെയ്യുക, കമൻറ്റ് കൊടുക്കുക, എല്ലാവർക്കും വേണ്ട നന്മയെല്ലാം ചെയ്ത് കൊടുക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ആൽവൃക്ഷം പോലെയാണ്. എന്താഗ്രഹിച്ചാലും അത് കൊടുക്കും എന്ന്. അതാണ് ഈ മഹാശാലൻ. ഈ മഹാശാലൻ ആയ ഈ ശൗനകൻ അങ്കിരസ് മഹർഷിയോട് വിദ്യയെപ്പറ്റി ചോദിച്ചത് എന്താണ് ചോദ്യം? കസ്മിന്നു വിജ്ഞാതേ സർവമിതം വിജ്ഞാതം ഭവതി. എന്തറിഞ്ഞാൽ എല്ലാറ്റിനെയും അറിഞ്ഞതായിട്ട് ഭവിക്കുന്നു, അതെന്താണ് എന്നാണ് ശൗനകൻ്റെ ചോദ്യം. അതിന് പറഞ്ഞു 2 വിദ്യയുണ്ട്, പരാവിദ്യയും അപരാവിദ്യയും. 2 വിദ്യയുണ്ട്. അതിലെ അപരാവിദ്യ, ഇപ്പം നമ്മൾ പറയുന്ന വേദം പഠിച്ചു, വേദമെല്ലാം ചൊല്ലി എത്ര ഉദാത്ത ഭംഗിയായിട്ട് വേദം ചൊല്ലുന്നത് അദ്ദേഹം വലിയ ആളാണെന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷേ അങ്കിരസ് അതൊന്നും സമ്മതിച്ചില്ല. അങ്കിരസ് പറഞ്ഞു, ഈ വേദം 4 പഠിക്കുക, ശാസ്ത്രങ്ങൾ 6 പഠിക്കുക, ഇതെല്ലാം പഠിക്കുക എന്ന് പറഞ്ഞാൽ അപരാവിദ്യ. പിന്നെ എന്താണ് പരാവിദ്യ? യയാ തദക്ഷരമഭിഗമ്യത. അപ്പം നമ്മൾ ഇതിനകത്തെ സാഹിത്യം മാത്രമേ ഉള്ളൂ. ഈ അക്ഷരം എന്ന് പറഞ്ഞാൽ അതൊരു പദസമൂഹം, അതിനൊരാശയമുണ്ട്. ആശയം യാതൊരു വസ്തുവിനെയാണോ വെളിപ്പെടുത്തുന്നത് അതിനെ അറിഞ്ഞ ആളാണ്. അതിനെ അറിയുക എന്നുള്ളതാണ് വിദ്യ. യാതൊരു വിദ്യ കൊണ്ട് ആ അക്ഷരനെ അറിയാൻ സാധിക്കുന്നു. അതാണ് ശരിയായ വിദ്യ എന്ന് പറഞ്ഞു. പരായ തദക്ഷരമധിഗമ്യത. അപ്പം വേദം മുഴുവൻ പഠിച്ചു എന്നാലും, ശാസ്ത്രം മുഴുവൻ പഠിച്ചു എന്നാലും വിദ്യയായിരുന്നു. വിദ്യ എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു വസ്തുവിനെ പ്രത്യേകാർത്ഥം, യാതൊരു വസ്തുവിനെക്കുറിച്ചാണോ പറഞ്ഞിരിക്കുന്നത് അതിനെ അപരോക്ഷമായി അറിയണം. അപ്പോഴാണ് അത് വിദ്യയാകുന്നത്. അപ്പോൾ വിദ്യ കൊണ്ടുള്ള പ്രയോജനം ഇതാണ്. ഈ പ്രയോജനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് വിദ്യയാണ്.
അപ്പം അത് എന്താണ് ഈ അക്ഷരം എന്ന് പറയുന്നത്? അപ്പോൾ യഥാർത്ഥ അക്ഷരം അഭിഗമ്യത എന്നല്ലേ പറഞ്ഞു. ഈ അക്ഷരനാരാണ്? അക്ഷരനാരാണെന്ന് പറഞ്ഞു. ഇതാണ് ഇതിലെ അക്ഷരൻ്റെ ലക്ഷണം. എത്തത് അദ്രേശ്യം അഗ്രാഹ്യം അഗോത്രം അവർണം അചക്ഷു ശ്രോത്രം തദപാണിപാദം നിത്യം വിഭും സർവഗതം സുസൂക്ഷ്മം തദവ്യയം യത് ഭൂതയോനിം പരിപശ്യന്തി ധീരാഹ. അക്ഷരൻ്റെ ലക്ഷണമാണ് അദ്രേശ്യം. ആദ്യം ഈ രണ്ട് വിധത്തിലുണ്ടല്ലോ ലക്ഷണം പറയാം. അതല്ലാത്തത് അതദ്വ്യാപത്തി എന്ന് പറയും. ഇതല്ല എന്ന് പറയുക. നമ്മുടെ ശ്രോത്രം അതല്ല, ഇന്ദ്രിയങ്ങളതല്ല, ഈ വിഷയങ്ങളതല്ല എന്നിങ്ങനെ നമ്മൾ ഓരോന്നിനെ വ്യാവർത്തിക്കുന്നു. അതാണ് അതദ്വ്യാവൃത്തി. അതല്ലാത്തതിനെ വ്യാവർത്തിക്കുക. അതാണ് എത്തത് അദ്രേശ്യം, ഒരു ജ്ഞാനേന്ദ്രിയം കൊണ്ടും അറിയാൻ പാടില്ലാത്തതും, അഗ്രാഹ്യം, ഒരു കർമ്മേന്ദ്രിയം കൊണ്ടും അറിയാൻ പാടില്ലാത്തതും, അഗോത്രം, ഒരു പ്രത്യേക ഗോത്രം, ഇന്ന ഗോത്രത്തിൽ ജനിച്ചു എന്ന് പറയാൻ പാടില്ല. ഈ ഗോത്രത്തിന് വലിയ പ്രാധാന്യമാണ്. കേരളത്തിലേ ഉള്ളതില്ലാത്തത്. വെളിയിലൊക്കെ ഒരു ബാങ്കിലൊക്കെയാണ് ഇപ്പോൾ ഒരു പൂജ നടത്താൻ ഒരു ഗോത്രം ചെയ്തത്. അവർണം, ഒരു വർണ്ണത്തിലും പെട്ടതല്ല. അചക്ഷു ശ്രോത്രം, ചക്ഷു ശ്രോത്രം, അതായത് ജ്ഞാനേന്ദ്രിയങ്ങളോ കർമ്മേന്ദ്രിയങ്ങളോ അന്ധകരണമോ ഒന്നും തന്നെയല്ല. തഥാ പാണിപാദം, അതിന് പാണിയുമില്ല പാദവുമില്ല, ഒന്നുമില്ല. അങ്ങനെ അപ്പം അതിന് ഇതൊന്നും ഇല്ലാത്തതാണ് അക്ഷരൻ എന്ന്. പിന്നെന്താണ് അക്ഷരം? ഇതൊന്നും അല്ലെങ്കിൽ അതദ്വ്യാവർത്തി, അതല്ലാത്തതിനെ വ്യാവർത്തി. പിന്നെ വ്യാവർത്തിച്ച് കഴിഞ്ഞാൽ ബാക്കി എന്താണുള്ളത്? ഇതാണ് തദ്വ്യാവൃത്തി എന്ന് പറയുന്നത്. അതിനെ വേർതിരിച്ചെടുക്കുക. അതദ്വ്യാവൃത്തി അതല്ലാത്തതിനെ മാറ്റുക. തദ്വ്യാവൃത്തി എന്ന് പറയുന്നത് അതിൻ്റെ ലക്ഷണം പറയുക, അതിനെ വേർതിരിച്ചറിയുക. ഇപ്പോൾ എന്താണ് വേർതിരിച്ചത്? നിത്യം വിഭും സർവഗതം സുസൂക്ഷ്മം തദവ്യയം. അതാണ് ഈ അക്ഷരൻ്റെ ലക്ഷണം. നിത്യം, ഒരിക്കലും നാശമില്ല, എന്നെന്നും ഒരേപോലെ വർത്തിക്കുന്നതാണ്. നിത്യം വിഭും. വിഭു എന്നുള്ളതിന് വിഭു എന്നാൽ വിശേഷേണ ഭവിച്ചതെന്നാണ് അർത്ഥം. ഈ പ്രപഞ്ചമായി കാണുന്നതെന്നർത്ഥം. നമ്മൾ ഈ പ്രപഞ്ചത്തിലെ ഓരോന്നിനെ എടുത്ത് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമില്ല. അതങ്ങനെ പരിശോധിക്കുമ്പോൾ സയൻസ് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഭാരതത്തിൽ പണ്ടുണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഓരോന്നിനെ എടുക്കുമ്പോഴാണ് അവർക്ക് ആ ഒരു വിഷയത്തിൽ ഇത്ര അറിവ് കിട്ടും. ഇപ്പം ഗണിതശാസ്ത്രം പഠിച്ചു, ജ്യോതിഷശാസ്ത്രം പഠിച്ചു, അല്ലാത്ത പല ശാസ്ത്രങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ വിഷയത്തിൽ അതുകൊണ്ട് ഈ അക്ഷരനെ അറിയാൻ സാധിക്കത്തില്ല. പക്ഷെ അതിനെ വ്യാവർത്തിക്കണം. ഇപ്പം വിഭു എന്ന് പറഞ്ഞാൽ വിശേഷേണ ഭവിച്ചിരിക്കുക. ഈ പ്രപഞ്ചം എന്ന് പറയുന്ന ഭഗവാന്റെ സ്വരൂപമാണ്. തപോവനസ്വാമി പറയാമായിരുന്ന ഈ ലോകത്തിന് ഭഗവാന് ഒരു സ്ഥൂല ശരീരമുണ്ടെങ്കിൽ അത് പ്രപഞ്ചമാണ്. ഈ പ്രപഞ്ചം എന്ന് പറയുന്ന ഭഗവാന്റെ വിഭൂതിയാണ് എന്നറിഞ്ഞിട്ട് ഇത് ഭഗവാനിൽ അടങ്ങിപ്പോകുന്നതാണെന്നറിഞ്ഞാൽ ഭഗവാനിലേക്ക് മനസ്സ് കൊണ്ടുവരുന്നു. അതിനാണിത് പറയുന്നത്. വിഭും സർവഗതം, സർവത്ര നിറഞ്ഞിരിക്കുന്നതും, സുസൂക്ഷ്മം, അത്യന്ത സൂക്ഷ്മവും, തദവ്യയം, ഒരു വ്യയവും ഒരു നാശവുമില്ലാത്തതുമാണ് ആ അക്ഷരൻ. യത് ഭൂതയോനിം പരിപശ്യന്തി ധീരാഹ. തപസ്വികൾ അതിനെ ഭൂതയോനി, സകല പ്രപഞ്ചത്തിൻ്റെയും കാരണമായിട്ട് അറിയുന്നു. സകല പ്രപഞ്ചവും ഇതിൽ നിന്നുണ്ടായതാണ് എന്നറിയുന്നു. അപ്പോൾ ഈ അക്ഷരനെ അറിയുക എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. അക്ഷരൻ ഈ പറഞ്ഞ ലക്ഷണത്തോടുകൂടിയ അക്ഷരനെ പ്രാപിക്കാനുള്ള വിദ്യ ഉപദേശിക്കുക. അതാണ് അങ്കിരസ് ഈ ശൗനകന് ഉപദേശിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിനെ ഉദാഹരണമൊക്കെ ഒന്ന് പഠിച്ചു തന്നോട് നമ്മൾ ഒന്ന് ഓർത്തു പോവുക. ആദ്യത്തെ അധ്യായത്തിൽ അതാണ് പ്രധാന വിഷയം. ഇതിൽ നിന്നാണ് എല്ലാ പ്രപഞ്ചവും ഉണ്ടായിരിക്കുന്നത്. ഈ ഭഗവാൻ അല്ലെങ്കിൽ ഈ അക്ഷരൻ്റെ വിശേഷമായ ഒരു സ്വരൂപമാണ്. അത് വിശേഷമായി ഭവിച്ചിരിക്കുന്നതാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ഓരോന്നിനെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ അധ്യായത്തിൽ എന്താണ്? ഈ കർമ്മങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതായത് ഈ കർമ്മകാന്ഡം, ഉപാസനാകാന്ഡം, ജ്ഞാനകാന്ഡം എന്ന് പല കാണ്ഡങ്ങളുണ്ട്. 3 കാണ്ഡങ്ങളുണ്ടല്ലോ. അതിലെ കർമ്മകാന്ഡം എന്തിനാണ് വേദത്തിൽ പറഞ്ഞിരിക്കുമ്പോൾ അതിനെന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകണമല്ലോ. അപ്പോൾ ആചാര്യസ്വാമിയോട് പറയുന്നത് നമുക്ക് വേണം ഇന്ന സംഗതി, എനിക്ക് ഒരുപാട് ഐശ്വര്യം വേണം, അല്ലെങ്കിൽ ഒരുപാട് ധനം വേണം, ഒരുപാട് ഉണ്ടാവണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ പോരാ, ശാസ്ത്രീയമായിട്ട് ചെയ്ത് അത് സാധിച്ചോണം എന്ന് പറഞ്ഞിട്ടാണ് ഈ കർമ്മകാന്ഡം.
അപ്പോൾ ഈ കർമ്മകാണ്ഡം എന്താണ് പ്രയോജനം? പക്ഷേ അത് അഗ്നി കൊണ്ടുണ്ടാക്കി യഥാ കേലായതേ ഹർച്ചി സമിത്തേ ഹവ്യവാഹിനി തദാജ്യഭാഗ വന്തരെ. ആജ്യഭാഗം ഈ രണ്ട് വശത്തും നെയ്യൊഴിക്കും ആജ്യം, അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഹോമിക്കുന്നത്. ആജ്യഭാഗ വന്തരെ ആഹുതി പ്രതിപാദയെ. അപ്പോൾ ഈ ആഹുതി ഇടുന്നത് അതിന് ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. ഇത് ശരിയായില്ലെങ്കിൽ എത്രയാണ്? അഗ്നിഹോത്രം, അദർശം, ദർശപൂർണം എന്നുള്ള വ്രതങ്ങളുണ്ടല്ലോ, ആ വ്രതങ്ങൾ എടുത്തിരിക്കണം. അപൂർണമാസം, ചാതുർമാസ്യ വ്രതം എടുത്തിരിക്കണം. ആഗ്രഹണം, ഈ ഈ വിഷു പോലെ ഈ എല്ലാം വിഭവങ്ങൾ ശേഖരിക്കുന്ന ഒരു സമയമുണ്ട്, അന്ന് ചെയ്യേണ്ട പൂജകളുണ്ട്, അതൊക്കെ ചെയ്യണം. അതിഥി വർജിതം, ഒരു ഉത്തമനായ അതിഥിയെ തീർച്ചയായിട്ടും ഇത് തീരുമ്പോൾ അവിടെ അവർ സൽക്കരിച്ചിരിക്കണം. അതിഥി വർജിത ആഹുതം. ഇനിയും വേണ്ടപ്പം ഹോമിച്ചില്ല എന്ന് വിചാരിക്കുക. നമ്മൾ 10 മന്ത്രം പറഞ്ഞപ്പോൾ നമ്മൾ പലയിടത്തും കാണുന്നുണ്ട് ഈ അർച്ചനയൊക്കെ ചെയ്യുമ്പോഴേ ഒരു 15 മന്ത്രം പറഞ്ഞാൽ ഒരു പൂ അങ്ങോട്ട് എറിയും. അങ്ങനെയൊന്നും ചെയ്താൽ ശരിയാകത്തില്ല. പറഞ്ഞ സാധനം കൊണ്ട് പറഞ്ഞ സമയത്ത് തന്നെ അർച്ചിച്ചിരിക്കണം, ഹോമം ചെയ്തിരിക്കണം. ആഹുതം അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് ആഹുതം, ഹോമിച്ചിട്ടില്ലല്ലോ. വൈശ്വദേവം എന്ന വ്രതം ചെയ്യണം. അവിധിനാഹുതം, ഇപ്പം വിധിച്ചിട്ടുണ്ട് ഇന്നപ്പം ഹോമം ചെയ്യണമെന്ന്, അങ്ങനെ ചെയ്യുന്നില്ല, എപ്പോഴെങ്കിലും അങ്ങോട്ട് ഇട്ടുകൊണ്ടിരിക്കുക, അത് അവിധിനാഹുതം. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ 7 തലമുറ മുമ്പോട്ടും 7 തല പിമ്പോട്ടും അവർക്ക് ഗതിയില്ല. അവിടെ ഈ ഗതിയിൽ ഒരാൾ 7 പിന്നോട്ടുള്ളവർ പോയി കഴിഞ്ഞല്ലോ. അപ്പം അതല്ല, ഈ ആളിന് അവരുമായിട്ടൊരു ബന്ധം ഉണ്ടാകുന്നില്ല. അവരിൽ നിന്നൊരു, ഇപ്പോൾ നമ്മൾ പഴയ ആളുകൾ എൻ്റെ അച്ഛനിങ്ങനെ ആയിരുന്നു, അല്ലെ എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചത്, അല്ലെ അങ്ങനെ നമ്മൾ പറയുമല്ലോ, അങ്ങനെയുള്ള ആ ഒരു ബന്ധമാണ് ഇല്ലാതായിട്ട്. ഇനിയും ഒരാൾ നല്ലതുപോലെ ഹോമം ചെയ്തു എന്നിരിക്കട്ടെ, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവരെ ഈ ദേവതകൾ സൂര്യദ്വാരത്തിൽ കൂടി ഈ സ്വർഗലോകത്ത് കൊണ്ടുപോയി അവിടെ ചെന്ന് കുറേ സുഖങ്ങളൊക്കെ അനുഭവിച്ച് കഴിയും. പുണ്യം കഴിയുമ്പം ഇങ്ങോട്ട് ഇറക്കി വിടും. ഈ ഹോട്ടലൊക്കെ പോയി താമസിച്ച് പൈസ കൊടുത്തിട്ട് പൈസ തരുമ്പോൾ അല്ല ഇറക്കി വിടുന്ന പോലെ ഈ സ്വർഗത്തിൽ പോയി നല്ല സുഖമായിട്ടൊക്കെ താമസിച്ചിരിക്കും. പക്ഷേ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ വലിയ സന്തോഷമായി. ഏഹീതമാഹുദയ സുവർച്ചസ സൂര്യസ്യ രശ്മിഭർ യജമാനം വഹന്തി. ഈ യജമാനെ ഇങ്ങനെ വിളിച്ച് വളരെ സന്തോഷിക്കുക, ഒന്നൊക്കെ വന്നിട്ട് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോവുക. പക്ഷേ അവിടെ ചെന്നിട്ടും ഈ പ്ലവാഹിയേതേ അദൃഢ രൂപ, ഇങ്ങനെ കിട്ടിയതെല്ലാം ഒരു ഉറപ്പുമില്ലാത്തതാണ്. അതെന്താ? എത്ര നാൾ ഈ പുണ്യം ചെയ്തതിൻ്റെ ഫലം തീരുന്നത് എപ്പോഴാണോ അപ്പം അയാൾ അവിടെ നിന്ന് ഇറക്കി വിടും. ഇറക്കി വിട്ടിട്ട് ജരാമൃത്യം ദേവനരേവാപി വീണ്ടും പഴയ പോലെ ഒരു വിശേഷം ഇതിലുള്ളത്. ഞാനിപ്പം കുറേ പുണ്യം ചെയ്തു, എന്നെ സ്വർഗത്തിലോട്ട് കൊണ്ട്, ആ പുണ്യത്തിൻ്റെ ഫലം അവിടെ ഇരുന്ന് അങ്ങ് അനുഭവിച്ചു. പിന്നെ ഇനി അനുഭവിക്കാനുള്ളത് എന്താണ്? നമുക്ക് പാപങ്ങൾ ഫലമാണ് അനുഭവിക്കാനിരിക്കും. അപ്പോൾ കുറച്ചുകൂടെ നീചമായ ഒരു ജന്മമായിരിക്കും കിട്ടുന്നത്. അനുഭവിക്കാനൊക്കെ അല്ലേ പുണ്യം, അത് ആ ലോകമല്ലേ, പുണ്യലോകമല്ലേ. അവിടുത്തെ ഭോഗങ്ങളെന്ന് പറയുന്നത് ഓരോ ലോകത്തിനും അനുയോജ്യമായ ഭോഗങ്ങളും ശരീരവുമാണല്ലോ ഉള്ളത്. നമ്മളതനുസരിച്ച് ഒരു ശരീരം എടുത്ത് അതിനവിടെ ഇരുന്ന് ഭോഗങ്ങൾ അനുഭവിച്ച്, ഇതെല്ലാം ഈ ആഹുതികളാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ കൃത്യമായിട്ട് ഈ ആഹുതികൾ ചെയ്യണമെന്ന് പറയുന്നത്. ആഹുതികളാണ് വിളിച്ചുകൊണ്ട് പോകുന്നതും അവർക്കൊരു ലോകം ഉണ്ടാക്കി കൊടുക്കുന്നതും അവിടെ ഇരുന്ന് അനുഭവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കും, പിന്നെ തിരിച്ചിങ്ങ് കൊണ്ടുപോകും. ആഹുതിക്ക് ഇവിടെ കഴിഞ്ഞപ്പോൾ അതിക്ക് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. അതും സ്വർഗത്തിൻ്റെ അകത്തോട്ടൊന്നും കയറ്റത്തില്ല. ഇഷ്ടപൂർത്തം മന്യമാന വരിഷ്ടം നാന്യശ്രേയോ വേദേതേ പ്രമൂഢ നാഗസ്യ പൃഷ്ഠേതേ സുഹൃതേനു കൂട്ടുക. നാഗസ്യ പൃഷ്ഠത്തിലാണ് ഇരിക്കുന്നത്. സ്വർഗത്തിൻ്റെ ഒരു ചെറിയ ഭാഗത്ത് പോയിരുന്ന്, അതൊരു മൂലയ്ക്ക് പോയിരുന്ന് അവർ തരുന്നതൊക്കെ കഴിച്ച് അവിടെ കിട്ടുന്നതൊക്കെ അനുഭവിച്ച് തിരിച്ചു പോയി. ഇനിയും ഈ രണ്ടാമത്തെ കാണ്ഡം തപസ്സാണല്ലോ. അങ്ങനെ എല്ലാം ഉപേക്ഷിച്ച് തപസ് ചെയ്യുകയാണ്. എല്ലാം ഉപേക്ഷിച്ചിട്ട് ഭിക്ഷാചര്യം എടുത്ത്
തപസ് ചെയ്യുകയാണ്. അങ്ങനെ തപസ് ചെയ്യുന്ന ആളുകളും സൂര്യദ്വാരേണ തേ വിരജ സൂര്യദ്വാരേണ തേ വിരജ പ്രയാന്തി എത്രാമൃത സപുരുഷോ ഹ്യവ്യാത്മാ. ആ ബ്രഹ്മലോകത്തിൽ അവിടെ മോക്ഷം കിട്ടുന്നില്ല. ബ്രഹ്മലോകത്ത് കുറേ കാലം താമസിച്ച് കഴിഞ്ഞാൽ ഭോഗങ്ങളൊക്കെ അനുഭവിച്ച് കഴിഞ്ഞ് ബ്രഹ്മാവ് തന്നെ ജ്ഞാനോപദേശം ചെയ്ത് അവർക്ക് മോക്ഷം കിട്ടുമെന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. അങ്ങനെ ഈ ലോകത്ത് രണ്ട് കർമ്മങ്ങൾ കൊണ്ടും തപസ്സുകൊണ്ടും എന്തൊക്കെയാണ് കിട്ടുന്നത്? ആ കിട്ടുന്നതൊന്നും മോക്ഷമല്ല, അതെല്ലാം നശിക്കുന്ന ഫലമാണ് കിട്ടുന്നത് എന്ന് മനസ്സിലാക്കി. ആദ്യം തന്നെ ഈ ശൗനകനെ മനസ്സിലാക്കി ഇതൊന്നുമല്ല ചെയ്യേണ്ടത് എന്താണ് ശരിയായിട്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള ഒരാൾ പരീക്ഷലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണോ നിർവേദമായ നാസ്തി അകൃതകൃതേന. അകൃതം ബ്രഹ്മം എന്ന് പറയുന്ന അകൃതമാണ്. അതായത് ഒന്നും ചെയ്തിട്ട് ഉണ്ടാകുന്നതല്ലാതെ നമുക്ക് ലഭിക്കുന്നത് ഒന്നും ചെയ്തിട്ടുമല്ല, ഒരു പ്രവൃത്തി കൊണ്ടല്ല കിട്ടുന്നത്. ആ ഒരു ജ്ഞാന സ്വരൂപം അതങ്ങനെ തന്നെ ഒരു സനാതനമായിട്ട് നിലനിൽക്കുന്ന ഒരെണ്ണമാണ്. അതിനെ ആർക്കും ഉണ്ടാക്കാനും സാധ്യമല്ല, കൊടുക്കാനും സാധ്യമല്ല. ഒരു പ്രവൃത്തി ചെയ്ത് അതിനെ ഒരു പ്രവൃത്തിയുടെ ഫലമായിട്ടുണ്ടാകുന്നതുമല്ല അത്. അതുകൊണ്ട് ഇതെല്ലാം കണ്ടിട്ട് ഈ ഇതിനെയെല്ലാം ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരാൾ വിചാരിച്ചു, ഇതുകൊണ്ട് നാസ്തി അകൃതകൃതേന, ഈ പറഞ്ഞ യജ്ഞങ്ങൾ കൊണ്ടോ തപസ് കൊണ്ടോ ഒന്നുമല്ല ഈ മുക്തി കിട്ടേണ്ടത്. അഥവാ ഈ അക്ഷരനെ സാക്ഷാത്കരിക്കേണ്ടത്. പിന്നെയോ തദ്വിജ്ഞാനാർത്ഥം സഗുരുമേവ അഭിഗച്ഛേത്. അറിയുന്നതിന് വേണ്ടി ഈ വിഷയങ്ങൾ അറിഞ്ഞ് ആചരിക്കുന്ന സാക്ഷാത്കരിച്ച് ഒരു ആളിനെ ഗുരും ഏവ അഭിഗച്ഛേത്. അത് വേറെ എങ്ങും പോയാൽ പ്രയോജനമില്ലെന്നർത്ഥം. ഇപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകുന്നു, ശബരിമല എല്ലാ കെട്ടും കെട്ടി പോകുന്നു, ഒക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവരും പോകുന്നുണ്ടോ? ഞാനും പോയിട്ടുണ്ട് പല. അതുകൊണ്ട് അവിടെ പോയാൽ ഇങ്ങനെ കിട്ടും എന്ന് വിചാരിക്കേണ്ട. ഗുരുമേവ അഭിഗച്ഛേത്, അത് മാത്രമേ ഉള്ളൂ ഈ അക്ഷരനെ അറിയാനുള്ള വഴി. അഭിഗച്ഛേത് സമിത്പാണി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം. അങ്ങനെ ചെല്ലുന്ന ആളിന് പ്രശാന്തചിത്തായ ശമാന്വിതായ. ഇപ്പം ഗുരുവിനും ശിഷ്യനും അധികാരിത പറഞ്ഞു. ഗുരു എന്ന് പറയുന്ന ആൾ ഈ അക്ഷരനെ സാക്ഷാത്കരിച്ച് അതിൽ തന്നെ നിഷ്ഠയുള്ള ആളായിരുന്നു. ശിഷ്യൻ ശമാന്വിതായ പ്രശാന്തചിത്തായ പ്രശാന്തചിത്തനായിരിക്കും. അതായത് ഈ ലോകത്തിൻ്റെ എല്ലാത്തിൻ്റെയും പുറകെ ഓടുന്ന മനസ്സും കൊണ്ട് അക്ഷരനെ അറിയാൻ സാധിക്കത്തില്ല. പിന്നെ ശമതമാതി സമ്പത്ത് വേണം, സാധനാ സമ്പത്ത് വേണം. ഇതെല്ലാം ഉള്ള ഒരാളാണ് ഈ ഗുരുവിൻ്റെ അടുത്ത് ചെന്നാൽ ഗുരു അദ്ദേഹത്തിന് അക്ഷരം പുരുഷം വേദസത്യം പ്രോവാചതാം തത്വതോ ബ്രഹ്മവിദ്യാം. ആ ബ്രഹ്മവിദ്യ തത്വത അത് വേണ്ട അതിൻ്റെ ശരിയായ രീതിയിൽ അതിന് ഈ ശിഷ്യന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇനി രണ്ടാം ഖണ്ഡം മുതലാണ് ബ്രഹ്മവിദ്യ അക്ഷരനെ അറിയാനുള്ള വിദ്യ ഉപദേശിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞു തതേത് സത്യം നമ്മൾ ഈ അനേക ആളുകളെ കാണുക, അനേക വസ്തുക്കളെ കാണുമല്ലോ, ജീവനും ജീവനില്ലാത്ത അനേക എണ്ണം കാണുന്നുണ്ടല്ലോ. അതൊക്കെ എവിടുന്ന് വന്നു എന്നത് സുദീപ്താത് പാപകാത് വിസ്ഫുലിംഗാഹ സഹസ്രശപ്രഭവന്തി. നല്ല കത്തിയിരിയുന്ന തീക്കുണ്ടത്തിൽ നിന്ന് അനേക തീപ്പൊരികൾ പറഞ്ഞു. അതുപോലെ ആ പ്രാണൻ, ആ സമഷ്ടി പ്രാണൻ ആണ് അക്ഷരം. ആ പ്രാണനിൽ നിന്നും അല്പാൽപ്പം തീപ്പൊരി പോലെ വന്നതാണ് ഈ കാണുന്ന പ്രപഞ്ചമായിട്ട് നമ്മൾ കാണുന്നത്. ഈ വസ്തുക്കളെല്ലാം തന്നെ ഈ അക്ഷരനിൽ നിന്നും പുറപ്പെട്ട ചെറിയ ചെറിയ അതിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ്. അത് അവിടെ തന്നെ ചെന്നെങ്കിലേ തീരുകയുള്ളൂ. അപ്പോൾ എവിടെ നിന്നുണ്ടായോ അവിടെ തന്നെ തത്രദൈവ ആപിയന്തി, അവിടെ തന്നെ പോയി വിലയിക്കുകയും വേണം. അതുവരെ ഇതിങ്ങനെ തീപ്പൊരി ഇങ്ങനെ കത്തിക്കത്തിയിരിക്കുമല്ലോ എന്ന് പറഞ്ഞ പോലെ ഇത് ഈ പ്രാണൻ ഇങ്ങനെ സ്പന്ദിച്ചുകൊണ്ടിരിക്കും. ഇതിൻ്റെ സ്പന്ദനം അടങ്ങണമെങ്കിൽ അത് ആ സമഷ്ടി പ്രാണനിൽ ചേരുക തന്നെ വേണം. അപ്പം നമ്മൾ ഈ പ്രപഞ്ചമായിട്ട് കാണുന്നത് ഈ സമഷ്ടി പ്രാണനിൽ വന്ന അതിൻ്റെ ചെറിയ ചെറിയ അംശങ്ങളാണ്. അപ്പോൾ അത് ഈ സമഷ്ടി പ്രാണൻ അത് പ്രാണനല്ല, അവിടെ പ്രാണോപാധികനാണ്. അക്ഷരൻ എന്ന് പറയുന്നത് സമഷ്ടി പ്രാണോപാധികനാണ്. അതിൽ നിന്ന് അല്പാൽപ്പം ഇങ്ങനെ ചെറിയ ചെറിയ അംശങ്ങൾ ഇങ്ങോട്ട് വന്നു എന്ന് പറയുമ്പോൾ ഇവിടെയും എന്താണ് ഉപാധി? പ്രാണൻ തന്നെയാണ്.
ഇല്ല, ഇവിടെയും പ്രാണൻ തന്നെയാണ്. അവിടെ അഗ്നിയാണ് കത്തുന്നത്. അഗ്നിയിൽ നിന്ന് വന്ന സ്ഫുലിംഗങ്ങളെ പ്രകാശിപ്പിക്കുന്നതും അഗ്നി തന്നെയാണ്. അതുപോലെ ഈ പ്രാണനാണ് അക്ഷരൻ്റെ ഉപാധി, ഈ ജീവൻ്റെയും ഉപാധി. ഇവിടെ നമ്മൾ കാണുന്ന ഓരോന്നിൻ്റെയും ഉപാധി ആ പ്രാണൻ തന്നെയാകുന്നു. അപ്പം പ്രാണോപാധിക ചൈതന്യമാണ് അത്. മറ്റേ തീക്കുണ്ടം പോലെ, ഇത് ചെറിയ പരിപാടി, പക്ഷെ രണ്ടും ഒന്ന് തന്നെയാണ്. അതും പ്രാണോപാധിക ചൈതന്യം, ഇതും പ്രാണോപാധി. അക്ഷരം അല്ല, അവ്യാകൃത ആകാശം അതാണല്ലോ പ്രാണൻ. പ്രാണൻ എന്ന് പറയുന്നത് എന്തോ സമഷ്ടി ഊർജ്ജമല്ലേ, അത് ആകാശം തന്നെ. ആകാശത്തിലല്ലേ ഇരിക്കുന്നു, ആകാശമായിട്ടല്ലേ ഇരിക്കുന്നു. അവിടെ സബീജമാണ്. അത് തന്നെ രണ്ടും എല്ലാം ഒന്ന് തന്നെ. പല ഭാഷ പറഞ്ഞു ചിലയിടത്ത് നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിച്ചെടുത്ത് അക്ഷരൻ, ഈശ്വരൻ അങ്ങനെ പഠിച്ചു. ഇവിടെ അക്ഷരൻ, ഈശ്വരൻ, ജീവൻ. ഇവിടെ അക്ഷരൻ്റെ കാര്യം, അക്ഷരനെയാണ് പറയുന്നത്. അക്ഷരൻ എന്നേ ഉള്ളൂ, ഈശ്വരനെ പറ്റി പ്രത്യേകം പറയുന്നില്ല. അക്ഷരൻ മറ്റേതും അങ്ങനെ തന്നെയാണല്ലോ. അക്ഷരനിൽ നിന്നും അല്പം സ്ഥൂലത വന്നതാണല്ലോ ഈശ്വരൻ എന്ന് പറയുന്നത്. അക്ഷരൻ്റെ ചലനം വന്നപ്പോഴല്ലേ ആകാശം വ്യക്തമായത്. മറ്റേ എല്ലാം കൂടെ ഒരുമിച്ചല്ലേ ഇരിക്കുന്നു. അക്ഷരൻ എന്ന് പറയുന്നതിൽ എല്ലാം ഒരേപോലെ വ്യാകരിക്കാതിരിക്കുകയാണ്. അല്പവ്യാകരണം സംഭവിച്ചപ്പോഴാണ് വായു ഉണ്ടായത്. ഈ വായു കൊണ്ട് ആകാശ ഗുണമായ ശബ്ദം വ്യക്തമാകുകയാണ്. ഈ വായു ഉപാധിക ചൈതന്യമാണ് ഈശ്വരൻ. കാരണം ഈ അക്ഷരൻ ഒന്നും ചെയ്യുന്നില്ല. അതിൽ ക്ഷോഭം വന്നപ്പോഴല്ലേ വ്യാകരിക്കാൻ തുടങ്ങുന്നത്. ഈ നമ്മളിങ്ങനെയൊക്കെ ഇതിൻ്റെ അകത്ത് നോക്കി അതിൻ്റെ അകത്ത് നോക്കി എന്തെങ്കിലുമൊക്കെ പറയും. എത്ര സൂക്ഷ്മമായ വസ്തുവാണ് നമ്മുടെ മനസ്സവിടോട്ട് ചെല്ലാനേ. ഇപ്പോൾ നമ്മൾക്ക് ഈ സ്ഥൂലതയിൽ നിന്ന് മാറി യാതൊരു വിഷയവും ഇല്ലാത്ത ആകാശം പോലെ ഒരു സ്ഥലത്തോട്ട് ചെല്ലണമെങ്കിൽ വലിയ പ്രയാസമാണ്. അതുകൊണ്ടാണ് ഇവരെയൊക്കെ എടുക്കുകയുള്ളൂ ഇവിടെ ക്ലാസ്സിൽ. സാമാന്യതായ വിവർത്തമായിട്ട് ഓരോരോ വാദങ്ങളല്ലേ. വിവർത്തം എന്ന് പറയുന്ന ഒരു വാദം. ശാന്തചിത്തായ സമാന്യതായ. ഇതിൽ നിന്നും സർവ പ്രപഞ്ചവും ഉണ്ടായി. എന്നാൽ ഈ അക്ഷരനിൽ നിന്ന് സകല പ്രപഞ്ചവും ഉണ്ടായി. പക്ഷേ അക്ഷരനിൽ നിന്നും മഹത്തായ ഒരെണ്ണം ഇരിപ്പുണ്ട്. അക്ഷരാൽ പരതപരഃ. അക്ഷരം ശ്രേഷ്ഠമാണത്. അത് ദിവ്യോ ഹി അമൂർത്ത പുരുഷ. അപ്പോൾ അതിൽ നിന്നും ഈ അക്ഷരനും ചേതനത്വം കൊടുക്കുന്ന അക്ഷരനെയും ഈ അക്ഷരൻ്റെ സകല പ്രവൃത്തികൾക്കും അധിഷ്ഠാനമായിരിക്കുന്ന ആ ചൈതന്യം, അതാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അത് ഒന്നിനോടും അതിനൊരു ബന്ധവുമില്ല. ഇതെല്ലാം മായാകാര്യങ്ങളാണ്. അക്ഷരനും അക്ഷരനിൽ നിന്നുണ്ടാകുന്ന ഇതെല്ലാം മായാകാര്യങ്ങൾ. ഈ മായയ്ക്കും മായാകാര്യങ്ങൾക്കും അധിഷ്ഠാനമായിരിക്കുന്നതാണ് ബ്രഹ്മം. അത് അക്ഷരാത് പരതപരഃ. പരമായ അക്ഷരനേക്കാളും ശ്രേഷ്ഠമാകുന്നു. അങ്ങനെ നമ്മളിവിടെ അക്ഷരനെയാണ് ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് പറയുന്നത്. എന്നിട്ട് ഈ അക്ഷരൻ്റെ കാര്യം മനസ്സിലാക്കിയിട്ട് അക്ഷരനിൽ നിന്നും ഭിന്നനായി അക്ഷരനേക്കാളും സൂക്ഷ്മമായിരിക്കുന്ന ആ വസ്തുവിനെ നമ്മൾ അതിനാണ് ഇതിനെ നിർദ്ദേശിച്ചിരിക്കുന്നത്. അക്ഷരാൽ പരതപര എന്ന ഒരു ആ വസ്തുവിനെ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതിൽ കൂടി അതിനെ അറിയാൻ സാധിക്കും. അക്ഷരനിൽ ചെന്നിട്ട് മാത്രമേ ആ ബ്രഹ്മസ്വരൂപം ശരിയായി അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതിലേക്ക് ചെല്ലാനുള്ള വഴികളാണ് ഈ പറയുന്നതെല്ലാം. ഈ പ്രപഞ്ചം മുഴുവൻ തന്നെ ഈ അക്ഷരനിൽ നിന്നും വന്നിട്ടുള്ളതാണ്. ദേവന്മാർ, പ്രാണന്മാർ, സമുദ്ര, അതായത് ചരങ്ങളും അചരങ്ങളുമായ സർവ്വവസ്തുക്കളും ക്രമേണ ഈ അക്ഷരനിൽ നിന്നും വന്നിട്ടുള്ളതാണ്. ഇനി അക്ഷരനെ എങ്ങനെ അറിയാൻ സാധിക്കും? അക്ഷരൻ്റെ മാഹാത്മ്യം പറഞ്ഞു. ഇനി അക്ഷരനെ എങ്ങനെ അറിയാൻ പറ്റും? ആവി സന്നിഹിതം ഗുഹാചരം നാമ മഹൽപദമത്രൈതൽ സമർപ്പിതം ഏതൽ പ്രാണൻ നിമിഷച്ച യദേതജ്ജാനത
സദസദ്വരേണ്യം പരം വിജ്ഞാനായത് വരിഷ്ഠം പ്രജാനാം. ഇത് ആവി സ്വയം പ്രകാശമാണ്. സ്വയം അതിനെ ആരും പ്രകാശിപ്പിക്കില്ല. അറിവ് എന്നുള്ളത് തനിയെ പ്രകാശിച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ് അറിവ്. ഒരു വസ്തുവിനെ കുറിച്ചുള്ള അറിവുണ്ടാക്കാം, പക്ഷേ അറിവ് എന്ന് പറയുന്നത് അതങ്ങനെയുള്ളത് തന്നെയാണ്. അത് സ്വയം പ്രകാശമാണ്. അതോ സന്നിഹിതം. എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? സന്നിഹിതം. നിങ്ങളുടെ മുമ്പിൽ തന്നെയുണ്ട് സന്നിഹിതം. അടുത്തിരിക്കുകയാണ്. അടുത്തിരിക്കുന്നത് എവിടെ? ഗുഹാതരം. ഗുഹയിലാണ് ഇരിക്കുന്നത്. ഹൃദയ ഗുഹയിലാണ്. ഹൃദയം നമ്മൾ ഇതിനകത്ത് പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ശിരസിലാണ് ഉണർന്നിരിക്കുമ്പോൾ ജാഗ്രത അവസ്ഥയെ സകല അന്ധകരണ വൃത്തികളും നമ്മൾ ശിരസിലാണ്. ബുദ്ധി സ്ഥിതി ചെയ്യുന്നത് ശിരസിലാണ്. ഇതിന് 2 സ്ഥാനം പറയുന്നുണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വഴിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഉറക്കത്തിൽ ഹൃദയത്തിലും ഉണർന്നിരിക്കുമ്പം ഒരു നാഡിയിലും ചെറുനാഡിയിലും ഉണർന്നിരിക്കുമ്പം അത് ശിരസിൽ വരും. അപ്പം അതുകൊണ്ടാണ് തല നിറഞ്ഞിരിക്കണമെന്ന് പറയുന്നത്. നമ്മൾ ലഭിക്കുകയോ പിന്നെ ശ്രദ്ധിച്ച് വായിക്കുകയോ ചെയ്യുമ്പോൾ നിർത്തിയിരുന്ന് വായിക്കണം. കാരണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രാണസഞ്ചാരം ശരിയാകുന്നത്. അതുകൊണ്ട് ഗുഹാതരം, ആ ഗുഹയിൽ, അതായത് അന്ധകരണ ഗുഹയിൽ ഇരിക്കുന്നതും മഹൽപദം അത്ര ഏതൽ സമർപ്പിത, ഏറ്റവും മഹത്വമേറിയതാണ്. കാരണം ഏതൽ സമർപ്പിത, ഇതിനകത്താണ് ഈ സകല പ്രപഞ്ചവും ഇതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അത് ഏറ്റവും മഹത്തായ പദമാകുന്നു. ഏതൽ പ്രാണൻ നിമിഷച്ച ഏതേതജ്ഞാനത സദസദ്വരേണ്യം പരം വിജ്ഞാനാദ്യത് വരിഷ്ഠം പ്രജാന. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഈ പരം വിജ്ഞാനാദ്യത് വരിഷ്ഠം, അതായത് ഞാനിപ്പോൾ ഇത് അറിയുന്നു, ഇപ്പോൾ ഇത് വായിച്ചപ്പോൾ എനിക്കിത് അറിയാൻ പറ്റുന്നുണ്ട്, അറിയുന്നു. ആ അറിവല്ല ഈ അറിവ്, അത് വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവ്. വിഷയങ്ങളിൽ നിന്നും ഭിന്നമായ അറിവ്. വിഷയം ഇല്ല, നമ്മളൊരു വിഷയത്തെ അറിയുന്നു, ആ വിഷയം അങ്ങ് മാറട്ടെ, വിഷയം അറിയ ഒന്നുമില്ലെന്ന് നമ്മൾ വിചാരിക്കുന്നു. അങ്ങനെയല്ല, അതിനെ പ്രകാശിപ്പിച്ച അറിവ് അവിടെ തന്നെയാണ്. ഞാനിപ്പോൾ ഒരു വസ്തുവിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോൾ കൃഷ്ണാന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. കൃഷ്ണാന്ന് ചിന്തിക്കുമ്പം കൃഷ്ണൻ എന്നൊരു വിഷയമുണ്ട് നമ്മുടെ മനസ്സിൽ. അപ്പോൾ കൃഷ്ണനെ അറിയുന്നു, കൃഷ്ണനുണ്ട്, അറിവുണ്ട്. ആ കൃഷ്ണൻ അങ്ങ് മാറിയെന്ന് വിചാരിക്കുക. അറിവ് പോകുന്നില്ല, അറിവ് അവിടെ ഉണ്ട്. അതാണ് ശരിയായ അറിവ്. ആ അറിവാണ് ഈ അക്ഷരനെയും വെളിപ്പെടുത്തുന്നത്, അല്ലെ അക്ഷരനെ ചേതനവത്താക്കുന്നത്. അതിനെപ്പറ്റി മനനം ചെയ്യാനുള്ള പലതുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം യഥാർത്ഥിമത് യഥ അണഭ്യൂണോ യസ്മിൻ ലോകാഹ നിഹിത ലോകിനിശ്ച തദ്ദേതദക്ഷരം ബ്രഹ്മ സൗ പ്രാണ തദ്വാങ്മന തദ്ദേതൽ സത്യം തദമൃതം തദ്വേത്തവ്യം സൗമ്യവിദ്ധി. ഒരു നമ്മുടെ ഒരു സാധന ചെയ്യാനുള്ള ഒരെണ്ണമാണ്, ഒരു ചിന്തിക്കാനുള്ള ഒരു മനനക്രമമാണ് ഇവിടെ പറയുന്നത്. ധനുർഗൃഹേ ഔപനിഷദം മഹാസ്ത്രം ശരം ചുപാസ നിശിതം സന്ധൈത ആയമ്യ തദ്ഭാവഗതേന ചേതസ ലക്ഷ്യം തദേവാക്ഷരം സൗമ്യവിദ്ധി. അപ്പം തദ്ദേത അക്ഷരം, അക്ഷരം എന്താണെന്ന് പറഞ്ഞു. ആ അക്ഷരനാണ് ലക്ഷ്യം. ആ അക്ഷരനെ ലക്ഷ്യമാക്കി, അക്ഷരൻ്റെ ശരിയായ പേര് ഓം എന്നാണ്. ഓം. കാരണം ഓം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ അകത്ത് സ്ഥൂലപ്രപഞ്ചമുണ്ട്, സൂക്ഷ്മപ്രപഞ്ചമുണ്ട്, കാരണപ്രപഞ്ചമുണ്ട്. ഇതിനെല്ലാം പ്രകാശിപ്പിക്കുന്ന നാലാം ഭാവം, നാലാം ഭാവവും ആ ഓം എന്നുള്ളതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ 4 അംശവും കൂടെ കൂടിയതാണ്. 4 അംശവും കൂടെ കൂടിയതെന്ന് പറഞ്ഞാൽ ആ 3 അംശത്തെ നമ്മൾ നല്ലതുപോലെ പരിശോധിച്ച് അത് സത്യമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ ഈ സ്ഥൂല സൂക്ഷ്മകാരണ ശരീരങ്ങളെയും പ്രകാശിപ്പിച്ചുകൊണ്ടിരുന്നത്, അതിനൊരു ചേതനത്വം കൊടുത്തുകൊണ്ടിരുന്നത് യാതൊന്നാണോ അതാണ് സത്യം എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനെ അതിനെ ഒന്നുകൂടെ അതിനെ വിശദീകരിച്ചിരിക്കുകയാണ്. പ്രണവോധനു ശരോഹ്യാത്മാ ബ്രഹ്മ തല്ലക്ഷ്യമുച്യതേ അപ്രമത്തേന വേത്തവ്യം ശരവർ തന്മയോ ഭവേത്. ശരിയായിട്ടൊരു ഉപാസനയ്ക്കുള്ള ഒരെണ്ണമാണ്. ഇവിടെ പ്രണവം കൊണ്ട് നമ്മുടെ ജീവനുണ്ടല്ലോ, നമ്മളെ വിജ്ഞാനമായി ബുദ്ധി പ്രകാശിപ്പിക്കുന്ന ചൈതന്യം,
ബുദ്ധിയിൽ പ്രകാശിക്കുന്ന ചൈതന്യം. ബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ ജീവനായി, അപ്പുറം ചൈതന്യത്തിന് പ്രാധാന്യം കൊടുത്ത് അത് ബ്രഹ്മമായി, അക്ഷരനായി. അപ്പം ജീവനുണ്ട്, പിന്നെ ഓംകാരമുണ്ട്, മൂന്നെണ്ണം. അപ്പം ഓംകാരമാണ്, അക്ഷരനാണ് ലക്ഷ്യം. ഉപാസിക്കേണ്ടത് ഓംകാരം കൊണ്ടാണ്, ഓംകാരോപാസന. ചെയ്യേണ്ടതാരാണ്? ഈ വിജ്ഞാനമയനായ ജീവനാണ്. അപ്പം ഇവിടെ ഈ ഉപാസനയ്ക്ക് ചെയ്യേണ്ടത് ഇതിനെ ലക്ഷ്യമാക്കി. അമ്പ ചെയ്യുന്ന പോലെ ഇവിടെ ഒരു എന്താ ഉപമയില്ല, പിന്നെന്തുവാ, രൂപകം. അപ്പം അമ്പ ചെയ്യുന്നത് പോലെ ഒരു ആള് ഒരു മനുഷ്യൻ ഒരമ്പെടുത്ത് അതിൻ്റെ അകത്തെ ഒരു വില്ലെടുത്തിട്ട് അമ്പിനെ കൊലച്ച് ലക്ഷ്യത്തിലേക്ക് വിടും. അതുപോലെ ഈ ജീവൻ ഒരു വില്ലെടുക്കും. ഒരു വില്ലെന്താണ്? ഓംകാരം. അതിൽ വെച്ചിരിക്കുന്ന അമ്പെന്താണ്? തന്നെ തന്നെ വെച്ചിട്ട് ആ ലക്ഷ്യമാകുന്ന അക്ഷരനിലേക്ക് കൊടുത്തുവിടുക. അതായത് ഇവിടുന്ന് നമ്മൾ ആ ഓംകാരം ജപിച്ച് ആ അക്ഷരന് ഒരു വിഷയമില്ലാത്ത ഒരു സ്ഥലത്ത് ചെല്ലുക. അവിടെ ചെന്ന് കഴിഞ്ഞാലോ പിന്നൊന്നും ചെയ്യണ്ട, അതിനെ ഇളക്കിയെടുക്കുകയൊന്നും. അവിടെ തന്നെ ശരവത്തന്മയോഭവേത്, അവിടെ തന്മയമായിട്ടിരിക്കുന്നു. അപ്പോൾ അതൊരു ഏറ്റവും വലിയ ഒരു ഉപാസനയാണ്. ഓംകാരോപാസനയാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. നമ്മൾ ഛാന്തോപയോഗിച്ചു. അപ്പം അത് ഇങ്ങനെ ജപിക്കുകയാണെങ്കിൽ അതിന് വളരെ ഒരു പ്രയോജനം കിട്ടും. അതായത് ഓംകാരം ജപിക്കാൻ എല്ലാവർക്കും ഓംകാരം മാത്രം ജപിക്കാനൊന്നും പറ്റാത്തപ്പോഴാണ് നമ്മൾ ഒരുപാട് അക്ഷരമൊക്കെ വെച്ച് ഇതാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. എല്ലാം ഈശ്വരൻ്റെ ഉപാധി തന്നെ. അപ്പോൾ ആ ഓം എന്ന വിജ്ഞാനമയൻ ഓം എന്ന് ജപിച്ച് ആ അക്ഷരത്തിലെത്തിച്ചേരും. അതവിടെ തന്നെ. അതാണ് ഒരു ഉപാസന പറഞ്ഞിരിക്കുന്നത്. പ്രണവോ ധനു ശരോഹി ആത്മാ ബ്രഹ്മ തല്ലക്ഷ്യമുച്ചതേ അപ്രമത്തേന വേദ്ധവ്യം ശരവത്തന്മയോ ഭവേത്. ഇവിടെ ഈ അമ്പ ചെയ്യുമ്പോൾ അമ്പ് വേറെ അങ്ങോട്ടും പോകരുത്, ഈശ്വരൻ്റേക്ക് തന്നെ ചെല്ലണം. അങ്ങനെ ആ അക്ഷരനെ അറിയാനുള്ള ഒരു സാധന പറഞ്ഞു. വേറെ ഒരെണ്ണം അരായുധരഥനാഭോ സംഹത എത്ര നാദ്യ സയേഷോങ്കശ്ചരതേ ബഹുധാജായമാനഃ ഓമിത്യേവം ധ്യായത ആത്മാനം സ്വസ്തിവപ്പാരായ ധനസത്പരസ്താര. ഇവ രഥനാഭു. ഈ രഥനാഭിയിൽ ആരക്കാലുകൾ വയ്ക്കുന്നവർ, അതുപോലെയാണല്ലോ നമ്മുടെ തലച്ചോറിലോട്ടാണല്ലോ എല്ലാം കണക്ഷൻ. ഇപ്പോൾ നമ്മുടെ ഒരു വിരൽ അനങ്ങുന്നില്ലെങ്കിൽ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ തലച്ചോറിൽ അവിടെ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതല്ലേ പറയുന്നത്. അപ്പം മുഴുവനും നമ്മുടെ ശരീരത്തിലെ സകല സകല ഞരമ്പുകളും സകലതും തന്നെ ആ ഈ സിരകൾ മുഖാന്തരം ആ തലച്ചോറിലേക്ക് അടുപ്പിച്ചിരിക്കുക. അപ്പം അവിടെ അവിടെ എങ്ങനെയാണ്? ഇവ രഥനാഭവും. ഇതാണ് ആ തലച്ചോറാണ് രഥനാഭി. നമ്മളതിൻ്റെ ബുദ്ധിയാണ് അവിടാണ് രഥനാഭി. അവിടേക്കാണ് എല്ലാ ആരക്കാലുകൾ പോലെ എല്ലാ സിരകളും ചെന്ന് വരും. അപ്പം ആ തിരുവനന്തപുരത്ത് കണ്ടിട്ടുണ്ട് ഒരു വൈദ്യൻ, അതിൽ കഴുത്തിന് മാത്രമേ ചികിത്സിക്കൂ. കഴുത്തിനാണ് സകല ചികിത്സ. കാലിൻ്റെ വിരലിന് എന്തെങ്കിലും വന്നാലും കഴുത്തലാണ് അതിൻ്റെ ചികിത്സ കൊടുക്കുന്നത്. അങ്ങനെ ഒരു ചികിത്സ പ്രശ്നമുണ്ടായിരുന്നു. അങ്ങനെ ആ ബുദ്ധിയിൽ എല്ലാ ഈ നമ്മുടെ ജീവൻ്റെ എല്ലാ വ്യാപാരങ്ങളും ചെന്ന് ചേരുന്ന ആ ബുദ്ധിയിൽ അന്തശ്ചരതയെ ബഹുധാജായമാണ്. അവിടെ അന്തശ്ചരത ഈ ബുദ്ധിയിൽ ബഹുധാജായമാനാണ്. ഇപ്പോൾ ഞാൻ ഈ പുസ്തകം കണ്ടു എന്ന് പറഞ്ഞാൽ ആ പുസ്തകത്തിൽ ചൈതന്യമുണ്ട്. പുസ്തകമായിട്ട് എൻ്റെ അന്ധകരണം ഇവിടെ വ്യക്തമാവുകയാണ്. ജനിക്കുക എന്ന് പറഞ്ഞാൽ പ്രാദുർഭാവേന വ്യക്തമാവുക, പ്രാദുർഭവിക്കുക എന്നുള്ള അർത്ഥം. അപ്പം എൻ്റെ അന്ധകരണം ഇവിടെ ബുക്കിൻ്റെ രീതിയിൽ വ്യക്തമായി ബുക്കായിട്ട് ജനിച്ചു. അതുപോലെ ഓരോ ഓരോ വിഷയമായിട്ട് ഇങ്ങനെ ജനിക്കുകയാണ് ചെയ്യുന്നത്. അന്തസ്ഥരത് അവിടെ ആ ബഹുധാജായമാണ്. അപ്പം അവിടെ ഈ വിഷയങ്ങളെല്ലാം ചേതനവത്താക്കിക്കൊണ്ടിരിക്കുന്നത് യാതൊരു ചൈതന്യമാണ്, അത് അക്ഷരനാണ്.
ആ അക്ഷരനെ ഓമിത്യേവം ധ്യായക. ഓം എന്ന ആ അക്ഷരനെ ധ്യാനിക്കണം. നമ്മുടെ സകല അന്ധകരണ വൃത്തികളും അല്ലെങ്കിൽ നമ്മുടെ സകല ദ്വൈതാനുഭവങ്ങളും യാതൊരു ബുദ്ധിയിലാണ് വരുന്നത്. ആ ബുദ്ധിയെ ചേതനവത്താക്കുന്ന ചൈതന്യം ഈ അക്ഷരനാണ് എന്ന് ധ്യാനിക്കണം. ഓമിത്യേവം ധ്യായക. ആത്മാവിനെ അങ്ങനെ ധ്യാനിക്കണം. അങ്ങനെ രണ്ടാം ഖണ്ഡം. അപ്പം എല്ലായിടത്തും ഓരോ ഈ മനനക്രമം പറഞ്ഞിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തെ പ്രഥമഖണ്ഡം, അത് കുറച്ചുകൂടെ ചിന്തിക്കാവുന്നതാണ്. വാസുപർണ സവിജാസഖായ സമാനം വൃക്ഷം പരിഷസ്വരാകും ലയോരന്യ പിപ്പലം സ്വാദു അത്തി അനശ്നന്യോ അഭിജാത ശീലം. രണ്ടെണ്ണം ഒരേ വൃക്ഷത്തിൽ, നമ്മുടെ ഈ ശരീരത്തിൽ രണ്ട് പക്ഷികൾ ആലിംഗനം ബദ്ധരായിട്ടാണ് ഇരിക്കുന്നത്. ഈ രണ്ട് പക്ഷികൾ ഏതാണ്? ഈ വൃക്ഷം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ വൃക്ഷത്തോട് പലയിടത്തും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ശരീരത്തിൽ രണ്ട് പക്ഷികൾ, അതായത് ജീവനും ഈശ്വരനും ആലിംഗനം ബദ്ധര. നമ്മൾ അങ്ങനെ അറിയുന്നേ ഇല്ലല്ലേ, നമ്മളെ ഒരാൾ ആലിംഗനം ചെയ്തുകൊണ്ട് ഇങ്ങനെ നിയന്ത്രിച്ചുകൊണ്ട് പോകുന്നുണ്ടോ എന്നുള്ള വസ്തു നമ്മളറിയുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഉണ്ട് അവിടെ. അങ്ങനെ രണ്ട് ഈശ്വരനും ജീവനും ആലിംഗന ബദ്ധരായി ഈ ശരീരത്തിലിരിക്കുകയാണ്. മാറാത്ത വസ്തുവിനെ അറിയാൻ കുറേ സാധനങ്ങൾ വേദത്തിൽ പറഞ്ഞു. ഇപ്പോൾ ഇവിടെ തന്നെ പല സാധനങ്ങൾ പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള ആ സാധനങ്ങൾ കൊണ്ട് ലഭിക്കേണ്ടതാണ് ഈ ആത്മാവിനെ. സത്യേന ലഭ്യ, സത്യം കൊണ്ട് ലഭിക്കും. ഈ സത്യസ്വരൂപത്തെ ഉപാസിക്കുന്നത് കൊണ്ട്, അല്ലെ അതിനെപ്പറ്റി അതിനെ ലഭിക്കത്തക്ക സാധനകൾ എന്തൊക്കെയാണോ ഉപനിഷത്തിൽ പറഞ്ഞിട്ടുള്ളത് അതൊക്കെ ആചരിക്കുന്നത് കൊണ്ട് ആ ആത്മാവിനെ അറിയാൻ സാധിക്കും. സമ്യജ്ഞാനേന, ശരിയായ അറിവുണ്ടാകും. ഈ അറിവെന്ന് പറയുമ്പോൾ നമുക്ക് പല രീതിയിലും അറിവുണ്ടാകും. പക്ഷെ ശാസ്ത്രസമ്മതമായ അറിവായിരിക്കണം, അതിനൊരു പ്രമാണം ഉണ്ടായിരിക്കണം. ആ പ്രമാണഭൂതമായ ശാസ്ത്രം സംബന്ധിച്ച അറിവുണ്ടായിരിക്കണം. സമ്യജ്ഞാനേന ബ്രഹ്മചര്യം ഒരു അത്യാവശ്യ ഘടകമാണ്. ബ്രഹ്മചര്യം നിത്യം. ഇവിടെ സത്യേന നിത്യം ലഭ്യം, തപസ നിത്യം ലഭ്യം. തപസ്സെന്ന് പറയുന്നത് മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ഏകാഗ്രത, ഒരേ വസ്തുവിൽ ഇതിനെ നിർത്തുക എന്നുള്ളതാണ് തപസ്. തപസ നിത്യം ലഭ്യം, സമ്യജ്ഞാനേന നിത്യം ലഭ്യം, ബ്രഹ്മചര്യേന നിത്യം ലഭ്യം. അതെവിടാണ് അറിയുന്നത്? അന്തഃശരീരം. വെളിയിലെങ്ങും പോയാൽ നമുക്ക് അറിയാൻ സാധിക്കില്ല. അന്തഃശരീരെ ജ്യോതിർമയോഹി ശുക്ലം. നമ്മുടെ ശരീരത്തിനുള്ളിൽ തന്നെ ജ്യോതിർമയം, സ്വയം ജ്യോതിസായിട്ട് അങ്ങനെ പ്രകാശിക്കുന്ന ആ ചൈതന്യത്തെ അറിയുന്നു. ഇങ്ങനെ തപസ് ചെയ്യുന്ന ആളുകൾ ആ ബ്രഹ്മത്തെ തൻ്റെ ശരീരത്തിൽ, തൻ്റെ അന്ധകരണത്തിൽ തന്നെ അന്ധകരണ വൃത്തികളെ വെളിവാക്കിക്കൊണ്ടിരിക്കുന്ന ചൈതന്യം ആയിട്ട് ആ ഈശ്വരനെ, ആ ബ്രഹ്മത്തെ അറിയുന്നു. അങ്ങനെ ഇനിയും പല സാധനക്രമങ്ങൾ പറഞ്ഞു. നമുക്ക് ആ വിഷയത്തെപ്പറ്റി മനനം ചെയ്യാനുള്ള പല സംഗതികൾ പറഞ്ഞു. ഏതാണോ നമുക്ക് മനസ്സിന് എല്ലാം കൂടെ ചെയ്യണമെന്നൊന്നുമില്ല. ഒന്ന് ചെയ്ത് മനസ്സിലാക്കുമ്പോൾ ബാക്കി തന്നെ മനസ്സിലാക്കും. അപ്പം നമ്മുടെ മനസ്സിന് ഏതാണോ ഏറ്റവും യോജിച്ച്, നമ്മുടെ മനസ്സ് അതിൻ്റെ പുറകെ പോകുന്നത് ഏത് ക്രമമാണോ ആ ക്രമം അനുസരിച്ച് നമ്മൾ അതിനെപ്പറ്റി വീണ്ടും ചിന്തിക്കുക, എപ്പോഴും ചിന്തിക്കും. അതായത് നമ്മൾ പുസ്തകം തുറന്നിരിക്കുമ്പോൾ മാത്രമല്ല, നാണിരിക്കുമ്പോൾ മാത്രമല്ല, അല്ലാത്ത സമയമൊക്കെ നമുക്ക് കിട്ടുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളങ്ങനെയാണല്ലോ, നമുക്കൊരു വിഷയം വേണം എന്നുള്ളത് നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിൽ കാണുന്നത് ഇല്ലേ? അത് അവിടെ എന്തെങ്കിലും ഒരു വിശേഷമായൊരു കാര്യമുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലിരിക്കും. അതെപ്പോഴും നമ്മളതിനെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ വരും. അതേപോലെ വിഷയങ്ങളെല്ലാം മാറിയിട്ട് വിഷയമില്ലാത്ത അതിനെക്കുറിച്ച് കൂടെ ചിന്തിക്കും. അതെപ്പോഴും നിത്യം, എപ്പോഴും ചിന്തിക്കും. അങ്ങനെയാണെങ്കിൽ കാരണം നമ്മൾ ഈ വെള്ളം ഇങ്ങനെ സ്വാമി പറയുന്നൊരു ഉദാഹരണം, പായൽ മൂടി കിടക്കുക. പായൽ മൂടി
കിടക്കുന്നിടത്ത് നമ്മളിങ്ങനെ കൈ കൊണ്ട് അങ്ങോട്ട് വെച്ചാൽ കുറേ നേരം തെളിയും. പക്ഷെ പായലിങ്ങ് മൂടി വരും, പിന്നെ ഇങ്ങ് മൂടി വരും. അങ്ങനെ മൂടാതിരിക്കാനാണ് ഈ തുടർച്ചയായിട്ട് മന്നം ചെയ്യുന്നത്. ദ്വിതീയ ഖണ്ഡം. സ വേദൈതൽ പരമം ബ്രഹ്മധാമ യത്ര വിശ്വം നിഹിതം ഭാതി ശുദ്ധം ഉപാസതേ പുരുഷം യേ ഹ്യകാമാസ്തേ ശുക്രമേതദതിവർത്തന്തി ധീര. ഇതിനെ തന്നെ കിട്ടും അത്ര ആറാ. സ വേദൈതൽ പരമം ബ്രഹ്മധാമ യത്ര വിശ്വം നിഹിതം ഭാതി ശുദ്ധം ഉപാസതേ പുരുഷം യേ ഹ്യകാമാസ്തേ ശുക്രമേതദതിവർത്തന്തി ധീരാ. സഹ വേദ ഏതത് പരമം ബ്രഹ്മധാമ യത്ര വിശ്വം നിഹിതം ഭാതി ശുക്രം ഉപാസതേ പുരുഷം യേ ഹി അകാമാഃ തേ ശുക്രം ഏതത് അതിവർത്തന്തി ധീരാഃ. സഹ ഇതുവരെ പറഞ്ഞു വന്ന ആ ഉപാസനാക്രമങ്ങളൊക്കെ അനുസരിച്ച് ഉപാസിച്ച് ആ ബ്രഹ്മസ്വരൂപത്തെ സാക്ഷാത്കരിച്ച ഒരാൾ, അതാണ് സഹ. അദ്ദേഹം എന്താണ് അറിയുന്നത്? ഏതൽ പരമം ബ്രഹ്മധാമ. അപ്പം അദ്ദേഹം സവേദ, അദ്ദേഹം അറിയുന്നു പരമം ബ്രഹ്മധാമ, ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ബ്രഹ്മമാകുന്ന ധാമത്തെ. ആ ധാമം എന്നുള്ള വീടെന്നൊക്കെ പറയില്ലേ, ആശ്രയസ്ഥാനം. ആ ബ്രഹ്മമാകുന്ന ആശ്രയസ്ഥാനത്തെ ആ ജ്ഞാനി അറിയുന്നു. എത്ര വിശ്വം നിഹിതം ഭാതി ശുക്രം. ഈ ബ്രഹ്മത്തെ ആശ്രയിച്ചാണ് ഈ പ്രപഞ്ചം മുഴുവൻ സർവ്വതും ഈ ബ്രഹ്മത്തെ ആശ്രയിച്ചാണ് സ്ഥിതി ചെയ്യുന്നത്. ആ സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഈ ബ്രഹ്മവും ഭാതി ശുക്രം, ഇതിലൊന്നും യാതൊരു സ്പർശവുമില്ലാതെ ആ ഏറ്റവും പവിത്രമായി ശുദ്ധമായി ഇങ്ങനെ സ്വയം പ്രകാശിച്ച് നിൽക്കുകയാണ് ഭാതി ശുക്രം. ഉപാസതേ പുരുഷം യേ ഹ്യകാമാഃ. ഉപാസതേ പുരുഷം യേ ഹ്യകാമാഃ പുരുഷം ഉപാസതേ. ഇങ്ങനെ അറിഞ്ഞ ആ പുരുഷനെ ആരാണോ അകാമാഃ, പ്രത്യേക ആഗ്രഹങ്ങൾ കൂടാതെ നിഷ്കാമരായിട്ട് ആരാണോ ഇങ്ങനെ അറിഞ്ഞ പുരുഷനെ ഉപാസിക്കുന്നത്, തേ ശുക്രമേതദ് അതിവർത്തന്തി ധീരാഃ. അവർക്ക് അടുത്ത ജന്മം ഇല്ലാതാവും. അതാണ് അവർക്ക് പുനർജന്മം. ഈ ഇങ്ങനെ സാക്ഷാത്കരിച്ച ഒരാളെ നിഷ്കാമരായിട്ട് സേവിക്കുക. അപ്പോൾ അവർ നിഷ്കാമരായിട്ട് സേവിക്കുക എന്ന് പറഞ്ഞാൽ ഇവർ എന്താണോ സാക്ഷാത്കരിച്ചത് അതിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അങ്ങനെ മനസ്സിലാക്കുന്ന ഒരാൾക്ക് അടുത്ത ജന്മം ഇല്ലാതായിരിക്കും. അതായത് അവർക്ക് ജ്ഞാനം ഉണ്ടാകുന്നു. സവേദ ജാനാതി ഇത്യേതത് യഥോക്തലക്ഷണം ബ്രഹ്മ പരമം ഉത്കൃഷ്ടം ധാമ. ഈ പറഞ്ഞ ലക്ഷണത്തോടു കൂടിയ ബ്രഹ്മം ഏത് അദൃഷ്ടം അദൃശ്യം എത്തത് അദ്രേശ്യം അഗ്രാഹ്യം അഗോത്രം അവർണം അചക്ഷുശ്രോത്രം എന്ന് നമ്മൾ പറഞ്ഞല്ലോ. നിത്യം വിഭും സർവഗതം സുസൂക്ഷ്മം എന്നൊരു ലക്ഷണം പറഞ്ഞല്ലോ ആ അക്ഷരന്. അങ്ങനെയുള്ള ലക്ഷണത്തോടു കൂടിയ യഥോക്ത ലക്ഷണം, പറഞ്ഞ ലക്ഷണത്തോടു കൂടിയ ബ്രഹ്മം, ആ ബ്രഹ്മത്തെ പരമമുത്കൃഷ്ടം ധാമം, ആ ബ്രഹ്മമാകുന്ന ഉത്കൃഷ്ടമായ ആശ്രയസ്ഥാനത്തെ സർവകാമാനാം ആസ്പദം എത്ര യസ്മിൻ ബ്രഹ്മണി ധാമിനി വിശ്വം സമസ്തം ജഗത് നിഹിതം അർപ്പിതം യച്ച സ്വേന ജ്യോതിഷാഭാതി ശുക്രം ശുദ്ധം. അപ്പം വിശ്വം മുഴുവൻ ഏറ്റവും ഈ നമ്മളെന്തൊക്കെ അറിയുന്നു അതാണല്ലോ നമ്മുടെ പ്രപഞ്ചം. അപ്പം നമ്മളറിയുന്നതാണ് നമ്മുടെ പ്രപഞ്ചം, അല്ലാതെ വേറൊരാൾ അറിയുന്നത് നമ്മുടെ പ്രപഞ്ചമല്ല. അപ്പം ഞാനെന്തറിയുന്നു അതെൻ്റെ പ്രപഞ്ചം. ഇത് മുഴുവൻ എവിടാണ് ആശ്രയിച്ചിരിക്കുന്നത് വെച്ചാൽ ഈ ബ്രഹ്മധാമം, ബ്രഹ്മത്തെ തന്നെ ആണ്. ബ്രഹ്മമാണ് ചൈതന്യം കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ ബ്രഹ്മ ചൈതന്യം ഇല്ലെങ്കിൽ ഇതൊന്നും പ്രകാശിക്കുന്നില്ല. അങ്ങനെയുള്ള ബ്രഹ്മത്തെ ആ സകല വിഷയങ്ങളും അവിടെ ഈ ബ്രഹ്മത്തെ ആശ്രയിച്ച് പ്രകാശിക്കുന്നുണ്ടെങ്കിലും ഈ ബ്രഹ്മമാകട്ടെ ഇതിലൊന്നും സ്പർശമില്ലാതെ ഏറ്റവും ശുദ്ധമായി വിഷയരഹിതമായി അങ്ങനെ പ്രകാശിച്ചു നിൽക്കും. ഇപ്പോൾ സൂര്യപ്രകാശം സർവ്വത്തിലുണ്ട്. നമ്മുടെ ഏറ്റവും മണവും ഗുണമൊന്നും അങ്ങോട്ട് ചെയ്യുന്നില്ല. നമുക്ക് ഒരു നല്ല മണമുള്ള ഒരെണ്ണമാണെങ്കിലും ഒരു
അടിഞ്ഞ മണമുള്ളതാണേലും ഒന്നും ആ മണമൊന്നും പ്രകാശത്തിലോട്ട് ചെല്ലുന്നില്ല. അപ്പം ഏറ്റവും സൂക്ഷ്മം ഏതാണോ അതിനെ സ്ഥൂലമായിട്ടുള്ളതിന് സ്പർശിക്കാൻ സാധ്യത. വിഷുനിഹിതം ഭാതി സുഖം തമപ്യേവം ആത്മജ്ഞം പുരുഷം തമപ്യേവം ആത്മജ്ഞം പുരുഷം ഏ ഹ്യകാമാഹ. ഈ അങ്ങനെയുള്ള ആത്മജ്ഞനായ പുരുഷനെ എങ്ങനെ അന്ധകരണത്തിൽ സകല വിഷയങ്ങളെയും പ്രകാശിപ്പിച്ചുകൊണ്ട് അതിനെല്ലാം ചേതനത്വം കൊടുത്തുകൊണ്ട് ഇതിലൊന്നും സ്പർശമില്ലാതെ പ്രകാശിക്കുന്നത് യാതൊരു ചൈതന്യമാണ്. അതാണ് യഥാർത്ഥം, അതാണ് അക്ഷരൻ, അതുതന്നെയാണ് തൻ്റെയും യഥാർത്ഥ സ്വരൂപം എന്ന് സാക്ഷാത്കരിച്ചിട്ട് ഒരാൾ തമപ്യേവം അങ്ങനെയുള്ള ഒരാളിനെ ഏ ഹ്യകാമാഹ വിഭൂതി തൃഷ്ണാവർദ്ധിതാഹ. ഇപ്പം നമ്മളൊരാളെ പോയി കാണുന്നു, ചിലപ്പോൾ അവിടെ നിന്ന് കുറേ പൈസ വേണമെന്നായിരിക്കും വിചാരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേണമെന്നാണ് വിചാരിക്കും. ഇങ്ങനെ ഓരോ ആഗ്രഹങ്ങൾ കൊണ്ടാണ് ഓരോ ആളുകൾ അടുത്തോട്ട് പോകുന്നു. അങ്ങനെ ഇവിടെ ചെന്ന പ്രയോജനമില്ല. ഇവിടെ ഹ്യകാമാഹ യാതൊരു വിഭൂതി തൃഷ്ണാവർദ്ധിതാഹ, ഒരാഗ്രഹവുമില്ലാതെ ചെല്ലണം. മുമുക്ഷവഹ സന്ത, മോക്ഷം വേണമെന്ന് മാത്രം ആഗ്രഹിച്ചിട്ട് ചെല്ലണം. അങ്ങനെ ഉപാസിച്ചാൽ പരമിവ സേവന്തേതേ ശുക്രം നിർബീജം യഥേതൽ പ്രസിദ്ധം ശരീരോപാദാന കാരണം അതിവർത്തേന്തി അതില്ലാതാകും. ഈ നമ്മുടെ ശരീരത്തിന് ഉപാദാന കാരണം എന്ന് പറയുന്നത് ഈ ബീജമാണ്, അതില്ലാതാകും. ഗച്ഛന്തി ധീരാഹ ധീമന്തഃ ന പുനർയോനിം പ്രസർപ്പതി ന പുനഃ ക്വചിദ്രതിം കരോതി ഇത് ശ്രുതേഹ അധസ്ഥം പൂജയേതിത്യഭിപ്രായ. ഒരു ജ്ഞാനിയെ കണ്ടാൽ നമ്മൾ പൂജിക്കുക തന്നെ വേണം. അവർക്ക് വേണ്ടിയല്ല, അവർക്കെന്താ, എനിക്ക് ആര് പൂജിച്ചാലും ആര് നിന്ദിച്ചാലും വലിയ പ്രശ്നമൊന്നുമില്ല. ശരിയായ ജ്ഞാനിയാണ്, നിന്ദിച്ചാലും അവർക്കൊന്നുമില്ല. അതേസമയം ഈ പൂജിക്കുന്ന ആളിന് അത് ഈ ആരാണോ ഇങ്ങനെ ഒരു ജ്ഞാനിയെ പൂജിക്കുന്നത്, ഈ മോക്ഷത്തെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പൂജിക്കുന്നത്, അവർക്ക് ആ ജ്ഞാനം ലഭിക്കുന്നു. ജ്ഞാനം ലഭിച്ച് പുനർജന്മം ഇല്ലാതായിത്തീരുന്നു. സവേദൈതൽ പരമം ബ്രഹ്മധാമ യത്ര വിശ്വം നിഹിതം ഭാവിശുദ്ധം ഉപാസതേ പുരുഷം യേ ഹ്യകാമാസ്തേ ശുക്രമേതദതിവർത്തന്തി ധീരാഃ. കാമാന്യകാമേതേ മന്യമാനഃ സ കാമഭിർജായതേ തത്ര പര്യാപ്തകാമസ്യ കൃതാത്മനസ്തു ഇഹ ഏവ സർവേ പ്രവിലീയന്തി കാമാഃ. നമുക്കെല്ലാം പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അർത്ഥം പറഞ്ഞങ്ങ് പോയാൽ കാമാന്യഹ കാമേതേ മന്യമാനഃ സ കാമഭിः ജായതേ തത്ര പര്യാപ്തകാമസ്യ കൃതാത്മനഃ തു ഇഹ ഏവ സർവേ പ്രവിലീയന്തി കാമാഃ. കാമാന്യകാമേതേ യഹ കാമാൻ കാമേതേ. ആരാണോ വിഷയങ്ങളെ ആഗ്രഹിക്കുന്നത്, ഒരു വിഷയം വേണം, ഒരു വിഷയം വേണം, ആ വിഷയം കിട്ടുമ്പോൾ അടുത്ത വിഷയം കിട്ടും. ഒരിക്കലും അതിന് അവിടെ ഒരു നിർത്ത് വരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ആരാണോ വിഷയങ്ങളെ ആഗ്രഹിക്കുന്നത് അവരെന്താണ് മന്യമാനഃ, അതിനെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്കൊരു കാര്യം വേണമെന്ന് വെച്ചാൽ അതിനെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. സ കാമഭിർജായതേ തത്ര. ഈ കാമം കൊണ്ട് ഇപ്പോൾ നമ്മളൊരു സാധനം വേണം എന്ന് പറയുമ്പോൾ ആ സാധനം നമുക്ക് വ്യക്തമാകുകയല്ലേ ചെയ്യും. നമ്മുടെ അന്ധകരണമല്ലേ അവിടെ പോയി ഇതിനെ വ്യക്തമാക്കണം. അപ്പം നമ്മളവിടെ ജനിച്ചു, ഈ വിഷയമായിട്ട് അവിടെ ജനിച്ചു. കാമഭിർജായതേ തത്ര പര്യാപ്തകാമനായി. പര്യാപ്തം എന്ന് പറഞ്ഞാൽ പ്രാപിച്ചവൻ, നല്ലതുപോലെ പ്രാപിച്ചവെന്നർത്ഥം. പര്യാപ്തം സർവത്ര യാതൊരു വിഷയത്തിലും ആഗ്രഹമില്ലാത്ത പര്യാപ്തകാമസ്യ. പര്യാപ്തകാമനാണെങ്കിൽ എന്ത് വേണം? കൃതാത്മാവായിരിക്കണം. അതായത് തൻ്റെ ആത്മാവ് ഈ പറഞ്ഞ അക്ഷരാൽ പരമായിരിക്കുന്ന ആ പരമചൈതന്യം തന്നെയാണ് എന്ന് അപരോക്ഷമായി നിർണയിച്ച ഒരാളായിരിക്കും. അതാണ് കൃതാത്മാവ്. തൻ്റെ ആത്മാവിനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആത്മാവ് കൃതമാകുക എന്ന് പറഞ്ഞാൽ അതങ്ങനെ ചെയ്യപ്പെടും. അപ്പോൾ ആത്മാവിനെ തൻ്റെ ആത്മസ്വരൂപം എന്നതാണെന്ന് നിർണയിച്ചു.
വെറുതെ നമ്മൾ നിർണ്ണയിച്ചാൽ പോരാ, അപരോക്ഷമായിട്ട് ആ വിഷയം അറിഞ്ഞ് അതാണ് സത്യം എന്ന് നിർണ്ണയിക്കണം. അങ്ങനെ നിർണ്ണയിച്ച ഒരാളാണ് കൃതാത്മാവ്. കൃതാത്മനഃ തു ഇഹൈവ സർവേ പ്രവിലീയന്തി കാമാണ്. അയാൾക്ക് പിന്നെ കാമമൊന്നുമില്ല, കാമമെല്ലാം പ്രവിലയിച്ചു. നമ്മൾ ഈ അങ്ങനെ ആ സാക്ഷാത്കരിച്ച ഒരാൾക്ക് താനും തൻ്റെ ഈ ദൃശ്യങ്ങളും എല്ലാം ഇതിൻ്റെ അസ്യമഹിമാനം എന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇത് മാത്രമേ സത്യമുള്ളൂ. ആ അക്ഷരനിൽ നിന്നും ശ്രേഷ്ഠമായിരിക്കുന്ന അക്ഷരനും ചേതനത്വം കൊടുക്കുന്ന ആ ചൈതന്യം മാത്രമേ സത്വമായിട്ടുള്ളൂ. അത് തൻ്റെ ആത്മസ്വരൂപം തന്നെയാണ് എന്ന് നിർണയിച്ച ഒരാളിൻ്റെ എല്ലാ കാമങ്ങളും ഇവിടെ തന്നെ വിലയിച്ചു പോകുന്നു. അത് കാമമില്ല, ഒന്നും സാധിക്കേണ്ട, ഒന്നും എന്താ വേണ്ട. കാമാന്യോ ദ്രഷ്ടാദൃഷ്ടേഷ്ട വിഷയാൻ കാമേതേ. കാമാൻ എന്ന് പറയുന്നത് ദൃഷ്ടാദൃഷ്ട വിഷയം, കണ്ട വിഷയം. നമ്മളിപ്പോൾ കാണുന്ന, ഇപ്പോൾ എനിക്ക് ഇവിടെ ഒരു ഇന്ന സാധനമുണ്ട്, ഇവിടെ ഇപ്പം എല്ലാം നല്ല ഒരു പെയിൻ്റ് അടിക്കണം, ഒരാഗ്രഹമാണ്, ദൃഷ്ടമായ ഒരാഗ്രഹമാണ്. അദൃഷ്ടമെന്ന് പറഞ്ഞാൽ എനിക്ക് മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലൊന്ന് പോകണം, അദൃഷ്ടം. ഇത് അങ്ങനെ ദൃഷ്ടവും അദൃഷ്ടവുമായ വിഷയങ്ങളെ ആരാണോ കാണിക്കുന്നത് അവർ തൽഗുണം ചിന്തയാനഹ, അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇത് സാധിക്കുന്നവരെ നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. പ്രാർത്ഥയതേ സ്വതൈഹി കാമൈഹി ധർമാധർമ്മ പ്രവൃത്തി ഹേതുക്ക് വിഷയേച്ഛാരൂപൈഹി. എന്താണ് കാമം എന്ന് പറയുന്നത്? എന്താണ്? ധർമാധർമ്മ പ്രവൃത്തി ഹേതു. ധർമ്മം അധർമ്മം പ്രവർത്തിക്കുന്നത് കാമം കൊണ്ടാണ്. ചിലത് ധർമ്മമായിരിക്കും, ചിലത് അധർമ്മമായിരിക്കും. നമ്മൾ ധർമ്മമായാലും അധർമ്മമായാലും കാമം ഉണ്ടെങ്കിലേ അത് ചെയ്യണമെന്നൊരാഗ്രഹം വന്നെങ്കിലേ പ്രവർത്തിക്കുകയുള്ളൂ. അത് വിഷയേച്ഛാരൂപം. ഏത് വസ്തുവിനെയാണോ കാമിക്കുന്നത് ഒരു വിഷയമാണല്ലോ, ആ വിഷയത്തെ ആഗ്രഹിക്കുന്ന ആ രൂപത്തിൽ ഇച്ഛിക്കുമ്പോഴാണ് മനുഷ്യൻ പ്രവർത്തിക്കുന്നത്. സഹജ ആ ഇച്ഛയോടുകൂടി ജായതേ തത്ര തത്ര. നമ്മളൊരു വിഷയത്തെ ചിന്തിക്കുമ്പോൾ ആ വിഷയമായിട്ട് അവിടെ ജനിക്കുകയാണ്. ഒരു ബുക്ക് കണ്ടു എന്ന് പറയുമ്പോൾ ആ ബുക്കിൻ്റെ രീതിയിൽ എൻ്റെ അന്ധകരണം അവിടെ ആ ചൈതന്യം അവിടെ ചെല്ലുന്നുണ്ട്, അവിടെ ജനിക്കുന്ന പോലെയാണ് ഇരിക്കുന്നത്, ചൈതന്യം അവിടെ പ്രകാശിക്കുക. നമ്മളൊരു വിഷയത്തെ കാണുക എന്ന് പറയുന്നത് അന്ധകരണം തഥാകാരമായി തീരുക. അന്ധകരണം ഈ പ്രതിബിംബ സഹിതമാണല്ലോ, ചൈതന്യ സഹിതമാണ്. ഈ അധിഷ്ഠാനവും വിശേഷ ചൈതന്യവും വിഷയവും കൂടുമ്പോഴേ ഒരു വിഷയം നമുക്ക് വ്യക്തമാവുള്ളൂ. സഹജായതേ തത്ര തത്ര എത്ര എത്ര വിഷയപ്രാപ്തി നിമിത്തം കാമാഹ കർമ്മസു പുരുഷം നിയോജയന്തി. വിഷയപ്രാപ്തിക്ക് വേണ്ടി കർമ്മസു പുരുഷം നിയോജയന്തി. എപ്പോഴൊക്കെയാണോ പുരുഷനെ ഓരോ കർമ്മത്തിലേക്ക് നിയോഗിക്കുന്നത്, ആ നിയോഗിക്കാനുള്ള കാരണം വിഷയം ലഭിക്കണം എന്നുള്ള ആഗ്രഹമാണ്. നിയോജയന്തി തത്ര തത്ര തേഷു തേഷു വിഷയേഷു തൈരേവ കാമൈഹി വേഷ്ടിതഃ ജായതേ. അവിടെ ആ ഒരു ആഗ്രഹമായിട്ട് ഈ ആത്മാവ് ജനിക്കുന്ന പോലെയാണ്. കാരണം അവിടെ ആ ഒരു സാന്നിധ്യം ഉണ്ടാകുന്നുണ്ട്. യസ്തു പരമാർത്ഥതത്വവിജ്ഞാനാത് പര്യാപ്തകാമഃ ആത്മകാമത്വേന പരിസമന്തതഃ ആപ്താഃ കാമാഃ. എല്ലാം ആത്മാവിനെ മാത്രമേ കാമിക്കുന്നുള്ളൂ. അതുകൊണ്ട് പര്യാപ്തമാണ്. സർവത്ര ഈ ആത്മസ്വരൂപമായി കാണുക. അപ്പോൾ എല്ലാം പര്യാപ്തമായി. ആപ്താഃ കാമാഃ യസ്യ തസ്യ തസ്യ പര്യാപ്തകാമസ്യ കൃതാത്മനഃ. കൃതാത്മനഃ എന്നാൽ അവിദ്യാലക്ഷണാത് അപരരൂപാത് അപനീയ. ഈ ആത്മാവിനെ അവിദ്യാലക്ഷണാത് അപരരൂപാത്, അവിദ്യാലക്ഷണമാണ് ഈ വിഷയം എന്നുള്ളത്. ഈ വിഷയരൂപമായിട്ട് മനസ്സിരിക്കുന്നത് അവിദ്യ കൊണ്ടാണ്. അങ്ങനെ അവിദ്യാലക്ഷണമായ അപരരൂപാത് അപനീയ. നമ്മുടെ അറിവിനെ ഈ വിഷയങ്ങളിൽ നിന്നും ഇതിനെയെല്ലാം മാറ്റി, ഈ വിഷയങ്ങളെയൊക്കെ മാറ്റിയിട്ട് ആ അറിവിനെ തിരിച്ചറിയണം. അപനീയ സ്വേന പരേണ രൂപേണ കൃതഃ ആത്മ. ഈ വിഷയങ്ങളെല്ലാം അന്ധകരണത്തിലാണ് പ്രകാശിക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം മനസ്സിൽ നിന്നും മാറ്റിയിട്ട് ആ സ്വേന പരേണ രൂപേണ, തൻ്റെ സ്വന്തം പരേണ രൂപേണ ആ ബോധസ്വരൂപം മാത്രമായിട്ട് കൃത ആത്മാവ്, ഇതാണ് എൻ്റെ ആത്മാവെന്ന് നിർണയിച്ചു.
എല്ലാ വിഷയങ്ങളും മാറി ഇതിനെല്ലാം ചേതനത്വം കൊടുത്തുകൊണ്ടിരുന്ന ആ ചൈതന്യം, ഇതിൽ നിന്നെല്ലാം ഭിന്നമായ ആ ചൈതന്യം മാത്രമാണ് സത്യമെന്നും അതാണ് തൻ്റെ ആത്മാവെന്നും നിർണയിച്ചു. ഇതാണ് കൃതാത്മാ. കൃതാത്മനഃ ഇഹൈവ തിഷ്ഠത്യൈവ ശരീരേ സർവേ ധർമാധർമ്മപ്രവൃത്തിഹേതവഃ പ്രവിലീയന്തി. അവരുടെ ധർമാധർമ്മങ്ങൾക്ക് വേണ്ടിയുള്ള ധർമാധർമ്മങ്ങൾ കാമം കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഇവിടെ കാമമില്ല, പര്യാപ്ത കാമനായി. അപ്പോൾ പിന്നെ ധർമാധർമ്മങ്ങളൊക്കെ പ്രവിലീയന്തി, വിലയം ഉപയാന്തി, നശ്യതി അർത്ഥം. അത് നശിച്ചു, കാമങ്ങൾ നശിച്ചു പോകുന്നു. കാമാഹ തജ്ജന്മഹേതു വിനാശാത് ന ജായന്ത ഇത്യഭിപ്രായം. അപ്പം നമുക്ക് കാമമാണ് അടുത്ത ജന്മത്തിന് ഹേതുവായിട്ട് വരുന്നത്. അപ്പം നമ്മുടെ അടുത്ത ജന്മം ഉണ്ടാകുന്ന ഇപ്പോൾ നമുക്ക് കുറേ ആഗ്രഹങ്ങളുണ്ടായി, അത് സാധിക്കാൻ പറ്റിയില്ല. അപ്പോൾ അടുത്തത് സാധിക്കാനായിട്ട് അടുത്ത ജന്മം ജനിച്ചു, അതിന് വേണ്ടി പ്രവർത്തിച്ചു, അങ്ങനെയുള്ള ജന്മം പിന്നെയും ജന്മം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കാമമില്ല, ഒന്നും വേണ്ട. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാ ജനിക്കുന്നു? ജനിക്കാൻ കാരണം എന്താണ്? കാരണമില്ല, കാരണം നശിച്ചു പോകുന്നു. കാമാന്യകാമേതേ മന്യമാനഃ സ കാമഭിർജായതേ തത്ര തത്ര പര്യാപ്തകാമസ്യ കൃതാത്മനസ്തു ഇഹൈവ സർവേ പ്രവിലീയന്തി കാമാഃ. കാമാന്യകാമേതേ മന്യമാനഃ സ കാമഭിർജായതേ തത്ര തത്ര പര്യാപ്തകാമസ്യ കൃതാത്മനസ്തു ഇഹൈവ സർവേ പ്രവിലീയന്തി കാമാഃ. നായമാത്മാ പ്രവചനേന ലഭ്യോ ന മേധയാ ന ബഹുനാ ശ്രുതേന യമേവൈഷ വൃണുതേന ലഭ്യസ്തേഷാത്മാ വിവൃണുതേതനൂൻ സ്വാം. ന അയം ആത്മാ പ്രവചനേന ലഭ്യഃ ന മേധയാ ന ബഹുനാ ശ്രുതേന യം ഏവ ഏഷ വൃണുതേ തേന ലഭ്യഃ തസ്യ ഏഷ ആത്മാ വിവൃണുതേ തനൂൻ സ്വാം. ഈ ആത്മാവ് പ്രവചനേന നലഭ്യ, കുറേ അങ്ങോട്ട് പ്രവചനം ചെയ്തു. നമ്മൾ ദിവസവും വേദാന്ത പ്രവചനം ചെയ്യുകയാണ്. ഇപ്പം പ്രവചനത്തിന് വരെ നമ്മൾ എഴുതുക. ഇതുകൊണ്ടൊന്നും ഈ ആത്മാവിനെ ലഭിക്കത്തില്ല. ധാരാളം പ്രവചനം ചെയ്തു എന്ന് വിചാരിച്ച് ലഭിക്കുന്നില്ല. എന്നാൽ മേധയ, ഞാൻ നല്ല ബുദ്ധിമാനാണെന്ന് വിചാരിക്കുക. ബുദ്ധിമാനാണ് ശരിക്കും, എന്ത് കേട്ടാലും അപ്പോഴേ ഗ്രഹിക്കും, അങ്ങനെയുള്ള ബുദ്ധിയുണ്ട്. പക്ഷേ അതുകൊണ്ടും ഈ ആത്മാവിനെ ലഭിക്കത്തില്ല. എന്നാൽ ബഹുനാശ്രുതേന, ധാരാളം പ്രവചനങ്ങൾ കേൾക്കുകയാണ്, ധാരാളം വേദാന്ത ക്ലാസ്സുകളും വേദാന്തമൊക്കെ കേൾക്കുകയാണ്, എന്നാലും കിട്ടത്തില്ല. ബഹുനാശ്രുതേന. പിന്നെ എങ്ങനെ വേണം? യം ഏവ ഏഷ വൃണുതേ, ഏഷ യം ഏവ വൃണുതേ. യാതൊരുവനാണോ ഈ ആത്മാവിനെ തന്നെ വരിക്കുന്നത്, അതായത് ഈ ആത്മാവാണ് എനിക്കറിയേണ്ടത്, ഈ ആത്മാസ്വരൂപമാണ് എനിക്ക് പ്രാപിക്കുന്നത്, ഇതിനെയാണ് അറിയേണ്ടത് എന്നാരാണോ ദൃഢമായി നിശ്ചയിക്കുന്നത് തേന ലഭ്യം, അവർക്കാണ് ഇങ്ങനെ ആത്മസ്വരൂപത്തെ അറിയാൻ സാധിക്കുന്നത്. നമ്മൾ എത്ര വേദാന്തം പറഞ്ഞാലും എന്താ ചെയ്താലും നമുക്ക് ഈ സ്വരൂപത്തിലുള്ള ആത്മാവ്, ആ ആത്മസ്വരൂപത്തെ തന്നെ എനിക്ക് അറിയണം, അതിനെ സാക്ഷാത്കരിക്കണം ഒന്ന് പൂർണ്ണമായി ആരാണോ നിശ്ചയിക്കുന്നത് അവർക്കാണ് ആത്മാവിൻ്റെ വിവൃണതയെ തനുവും സ്വാം തനുവും വിവൃണതയെ. ആ ആത്മാവ് തൻ്റെ ജ്ഞാനസ്വരൂപത്തെ ആ ഒരാളിന് കാണിച്ചു കൊടുക്കും. അതായത് നമ്മൾ ഒരുപാട് ചെയ്യുകയല്ല ചെയ്യേണ്ടത്, ഈ ആത്മാവിനെ അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ ശാസ്ത്രത്തിൽ നിറഞ്ഞിട്ട് അതിനെ സാക്ഷാത്കരിക്കാൻ വേണ്ടി ദൃഢമായിട്ട് പരിശ്രമിക്കണം. യോയമാത്മാ വ്യാഖ്യാതഃ യസ്യ ലാഭഃ പരപുരുഷാർത്ഥോ നാസോ വേദശാസ്ത്രാർത്ഥേന ബാഹുല്യേന പ്രവചനേന ലഭ്യഃ. ഒരുപാട് വേദശാസ്ത്രം എല്ലാം കൂടെ ചേർന്ന് പഠിക്കുക, അതെല്ലാം പ്രവചിക്കുക, ഇതുകൊണ്ടൊന്നും ആത്മാവിനെ ലഭിക്കുന്നതല്ല. യഥാന മേധയ ഗ്രന്ഥാർത്ഥധാരണശക്തിയ ന ബഹുനാശ്രുതേന നാവി ഭൂയസാ ശ്രവണേനാത്യർത്ഥം. കേന തർഹി ലഭ്യേത്യുച്യതേ യമേവ പരമാത്മാനം ഏവ ഏഷ വിദ്വാൻ വൃണതേ. ഈ പരമാത്മാവിനെ തന്നെ ആരാണോ വരിക്കുന്നത്, പ്രാപ്തും ഇച്ഛതി, ഇതിനെയാണ് പ്രാപിക്കേണ്ടത് എന്ന് നിശ്ചയിക്കുന്നത്, തേന വരണേനൈവ പരമാത്മാ ലഭ്യ അന്യേന സാധന അന്തരേണ. വേറെ ഒരു സാധനമൊന്നും ലഭിക്കത്തില്ല, ഇതിനെ തന്നെ സാക്ഷാത്കരിക്കണം എന്ന് നിശ്ചയിക്കണം.
നിത്യലബ്ധ സ്വഭാവത്തെ. എന്താ കാരണം എന്താണ്? ഇത് നിത്യലഭ്യമാണ്, അപ്പോഴും നമ്മുടെ മനസ്സിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. കീദശോസവും വിദുഷ ആത്മലാഭം എത്തിച്ചത്. ഈ വിദ്വാൻ്റെ ആത്മലാഭം എങ്ങനെയാണെന്ന് പറയാം. തസ്യൈവ ആത്മവിദ്യാസംച്ഛന്നാം സ്വാം പരാം തനും സ്വാത്മതത്വം സ്വരൂപം വിവൃണതേ പ്രകാശൈവ ഘടാതിർ വിദ്യായാം സത്യാം ആവിർഭവതി ഇതി അർത്ഥം. ഘടാതി ഒരു ഇരുട്ടിലൊരു കുടം ഇരിക്കുകയാണ്, അറിയാൻ പറ്റുന്നില്ല, ഇരുളുകൊണ്ട് മറഞ്ഞിരിക്കുകയാണ്. പ്രകാശം വരുമ്പോൾ അത് നമുക്ക് നല്ലപോലെ കാണാൻ പറ്റും. അതുപോലെ ഇവിടെ ആത്മവിദ്യാ സംച്ഛന്നം സ്വാം പരാന്തനും, ആത്മവിദ്യ, ഈ ആത്മവിദ്യ സംച്ഛന്നം, ആത്മവിദ്യ സ്വാം പരാന്തനും, നമുക്ക് അവിദ്യ കൊണ്ട് മറഞ്ഞിരിക്കുകയാണ് ഈ പ്രകാശസ്വരൂപമായ ആത്മാവ്. ആ തനുവിനെ സ്വാത്മതത്വം സ്വരൂപം വീണത്, തൻ്റെ അവിദ്യ കൊണ്ട് മറഞ്ഞിരുന്ന തൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന പരയായിരിക്കുന്ന ആ ജ്ഞാനശരീരത്തെ, ഭഗവാന്റെ ഈ ബ്രഹ്മത്തിൻ്റെ ശരീരം സ്വാം തനും എന്ന് പറഞ്ഞുകൊണ്ട് ആ ജ്ഞാനതനുവിനെ വിവൃണതയെ, അതിനെ അതിനെ വ്യക്തമാക്കി കൊടുക്കുന്നു. അപ്പം അവിദ്യ കൊണ്ട് ആത്മാവിദ്യ, നമ്മെ തന്നെ ആശ്രയിച്ചിരിക്കുന്ന അവിദ്യ കൊണ്ട് മറഞ്ഞിരിക്കുന്ന ആ ബ്രഹ്മസ്വരൂപത്തെ, ബ്രഹ്മത്തിൻ്റെ ജ്ഞാനസ്വരൂപത്തെ അവിദ്യയെ ഇല്ലാതാക്കി പ്രകാശിപ്പിച്ചു കൊടുക്കുന്നു ഈ സാധകന്. അതാണ് ഇതിനെ തന്നെ ആശ്രയിച്ചാലുണ്ടാകുന്ന ഫലം. ഇതിനെ തന്നെ എനിക്ക് സാക്ഷാത്കരിക്കണമെന്ന് ദൃഢമായി നിശ്ചയിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരാൾക്ക് അവിദ്യ കൊണ്ട് മറന്നിരിക്കുന്ന തൻ്റെ തനുവിനെ ആ അവിദ്യയെ ഇല്ലാതാക്കി പ്രകാശിപ്പിച്ചു കൊടുക്കുന്നു. അപ്പോൾ അയാൾക്ക് സ്വരൂപ ലാഭം ഉണ്ടാകുന്നു. പ്രകാശൈവ ഘടാതിർ വിദ്യാനാം സത്യാം ആവിർഭവതി ഇത്യർത്ഥ. തസ്മാത് അന്യത്യാഗേന ആത്മലാഭ പ്രാർത്ഥനൈവ ആത്മലാഭ സാധനമിത്യർത്ഥം. അതുകൊണ്ട് ആത്മലാഭ പ്രാർത്ഥനയാണ് ആത്മലാഭത്തിന് ഏറ്റവും വലിയ സാധനം. അന്യത്യാഗേന ആത്മലാഭ പ്രാർത്ഥന ഏവ ആത്മലാഭ സാധനം ഇത്യർത്ഥ. ആത്മലാഭ സാധനം മറ്റെല്ലാം വിടണം, മറ്റു വിഷയങ്ങളെയും വിട്ട് അന്യത്യാഗേന ആ ആത്മസ്വരൂപം ഒഴിവാക്കി എല്ലാതിനെയും ഉപേക്ഷിച്ചിട്ട് ആത്മലാഭ പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ മന്നക്രമങ്ങളല്ലേ, അത് വീണ്ടും വീണ്ടും മന്നം ചെയ്യുക, അതല്ലേ. അല്ലാതെ എനിക്ക് ആത്മാവ് കാണണമെന്ന് പറയാനല്ല പ്രാർത്ഥന. നമ്മൾ കൃഷ്ണ എന്നെ കാണണമെന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയല്ലല്ലോ. ഈ പറഞ്ഞിരിക്കുന്ന മനനക്രമങ്ങൾ നമ്മൾ നല്ലപോലെ മനനം ചെയ്യണം. അതനുസരിച്ച് ആ ശാസ്ത്രം അനുസരിച്ച് മനനം ചെയ്യണം. വീണ്ടും വീണ്ടും മനനം ചെയ്താൽ ആ അവിദ്യ മാറി ജ്ഞാന സ്വരൂപം സാക്ഷാത്കരിക്കാൻ സാധിക്കും. പരമാർത്ഥതത്വ വിജ്ഞാനാത് പര്യാപ്തകാമഃ ആത്മകാമത്വേന പരിസമന്തത ആപ്താഃ കാമ യസ്യ പര്യാപ്തകാമഃ. സമന്തത, എല്ലാ ആഗ്രഹങ്ങളും സാധിച്ച ആളാണ് ആ പര്യാപ്തകാമൻ. കൃതാത്മനഃ അവിദ്യാലക്ഷണാത് അപരരൂപാത് അപനീയ സ്വേന പരേണ രൂപേണ കൃതഃ ആത്മാ. ഇങ്ങനെ പര്യാപ്തകാമനായി ഈ ആത്മാവ് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലായി. അതാണ് സത്യം എന്ന് മനസ്സിലായി. അപ്പം ചുറ്റും എവിടെ നോക്കിയാലും നമ്മളാ ഇതിലാണല്ലേ, ചാന്തോക്യത്തിലാണ്. മേളിൽ നോക്കിയാലും താഴെ നോക്കിയാലും എവിടെ നോക്കിയാലും ജ്ഞാനം മാത്രം. അങ്ങനെ പര്യാപ്തകാമനായിരിക്കുന്ന ആളെ കൃതാത്മനഃ അവിദ്യാലക്ഷണാത് അപരരൂപാത് അപനീയ സ്വേനപരേണ രൂപേണ കൃത ആത്മാ. അവിദ്യാലക്ഷണമായ അപരരൂപാത്, അതായത് വിഷയരൂപ വിഷയരൂപങ്ങളിൽ വിഷയങ്ങളെയൊക്കെ അതിനെയൊക്കെ അപനയിച്ചിട്ട് അതിനെയൊക്കെ മാറ്റിയിട്ട് ഇതൊന്നും അല്ല എന്ന് മനസ്സിലാക്കി അതിനെയെല്ലാം മാറ്റിയിട്ട് തള്ളിയിട്ട്
സ്വേനരൂപേണ കൃത ആത്മ, ഇതാണ് തൻ്റെ സ്വരൂപം എന്ന് നിശ്ചയിച്ച ആളാണ് ഈ കൃതാത്മാവായിരിക്കുന്ന ആൾ. പനീയ സ്വേനരൂപേണ കൃത ആത്മാ വിദ്യയാ യസ്യ തസ്യ കൃതാത്മാനഃ ഇഹയേവ തിഷ്ഠത്യേവ ശരീരേ സർവേ ധർമാധർമ്മപ്രവൃത്തിഹേതഃ. ധർമ്മങ്ങളും അധർമ്മങ്ങളും പ്രവർത്തിക്കുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും ഇല്ലാതായതിൻ്റെ പ്രവിലീയന്തി വിലയം ഉപയാന്തി നശ്യതീതി അർത്ഥം. കാമാഹ തജ്ജന്മഹേതു വിനാശ. പിന്നെ കൃതാത്മാവൻ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത്, എന്നാലും ഒന്നുകൂടെ പറഞ്ഞു. അത് സാരമില്ല, അതിൻ്റെ കൃതാത്മാവാകുന്നവരെ നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം. ഒരെണ്ണം കൂടെ എടുക്കാം അല്ലേ. നായമാത്മാ ബലഹീനേന ലഭ്യോ നജപ്രമാദാത്തപസോവാപ്യലിംഗാത് യതതേസ്തു വിദ്വാൻ വശേഷാത്മാ വിശദേ ബ്രഹ്മധാമ. ന അയം ആത്മാ ബലഹീനേന ലഭ്യഃ ന ച പ്രമാദാത് തപസഃ വാ അപി അലിംഗാത് ഏതൈഃ ഉപായൈഃ യതതേ യഃ തു വിദ്വാൻ തസ്യ ഏഷ ആത്മാ വിശദേ ബ്രഹ്മധാമ. എല്ലാം ഈ ബ്രഹ്മജ്ഞാനി അയാളുടെ കർമ്മങ്ങളെല്ലാം അസ്തമിച്ചു. ഇനി കർമ്മമില്ല. കർമാകർമ്മങ്ങൾ എന്തെങ്കിലും സാധിക്കുന്നപ്പോഴാണ് കർമ്മം ചെയ്യുന്നത്. അപ്പം അയാൾ ആപ്തകാമനായി കർമ്മങ്ങളെല്ലാം അവസാനിച്ചു. ഇനി ശരീരം ഉപേക്ഷിക്കാൻ പോകുന്നു. ന അയമാത്മാ ബലഹീനേന ലഭ്യഃ. ഒരു ഈശ്വരവിശ്വാസവും ഈശ്വരൻ നമ്മളെ രക്ഷിക്കുമെന്നൊരു ബോധവും ഒക്കെ ഉള്ളപ്പോഴാണല്ലോ ഒരു ധൈര്യം സാധാരണ പോലും വരുന്നത്. ഈ ആത്മാവിൽ ഉറച്ച ആളിന് അവർക്ക് നല്ല ധൈര്യം ഉണ്ടായിരിക്കും. അവർക്ക് കാരണം ഈശ്വരൻ രണ്ട് രീതിയിൽ, ഒന്ന് ആത്മസ്വരൂപം തന്നെയാണെന്ന് ചെയ്യാനില്ല. വ്യാവഹാരികമായിട്ട് നോക്കിയാൽ വ്യവഹാരം എന്ന് പറയുമ്പോൾ ഈശ്വരന് അധീനമാണ് എപ്പോഴും ഈ വ്യവഹാരം, ദ്വൈതം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിൽ ഈശ്വരനാണ് നമ്മൾ രക്ഷിതാവെന്ന് പൂർണ്ണമായിട്ട്. കാരണം ആരെങ്കിലും ചെയ്തിരിപ്പുണ്ടല്ലോ. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞ ഒരാളിന് നല്ല ധൈര്യം ഉണ്ടായിരിക്കും. അങ്ങനെ ഇല്ലെങ്കിലുണ്ടല്ലോ അയാൾക്ക് ഒരിക്കലും ആത്മലാഭം ഉണ്ടാകാൻ പറ്റില്ല. ബലഹീനേന ലഭ്യ. ആത്മനിഷ്ഠ കൊണ്ടുള്ള ഒരു ബലം, ഒരു ധൈര്യം. നജ പ്രമാദാതം. ഇനിയും ഇടയ്ക്കിടയ്ക്ക് തെറ്റിപ്പോയി എന്ന് വിചാരിക്കും. നമ്മൾ ഒരു ഇതിൻ്റെ സമാധി സമ്പത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തെറ്റിപ്പോവുക. പല ബ്രഹ്മചര്യം നിത്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇടയ്ക്ക് തെറ്റിപ്പോവുക, പ്രമാദം. ഇങ്ങനെ ഈ സാധനങ്ങളിൽ വരുന്ന പിഴവ്. പ്രമാദാത് തപസ്സഹ വാ അഭി അലിംഗാത്. അലിംഗാത് തപസ്സഹ. തപസ്സ എന്ന് പറയുന്നത് ജ്ഞാനം. പക്ഷേ ജ്ഞാനത്തിനൊരു അടയാളം, ലിംഗ എന്ന് പറഞ്ഞാൽ അടയാളം. അതെന്താണ് അടയാളം എന്ന് പറയുന്നത്? സന്യാസമാണ്. സന്യസിക്കുക എന്ന് പറഞ്ഞാൽ കാവ്യ എടുക്കാൻ അർത്ഥമില്ല. കാവ്യ പറയുന്നതല്ല, കാവ്യം എന്ന് പറയുന്ന ഒരു യൂണിഫോമാണ്. ഞാനിതാണ് എന്നൊരു യൂണിഫോം. നമ്മളിപ്പോൾ യൂണിഫോം ഇട്ട് ഞാൻ ഇന്നടുത്താണെന്ന് അറിയിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം നമുക്ക് യൂണിഫോം കാര്യം അല്ല. പക്ഷേ സന്യാസം എന്ന് പറഞ്ഞാൽ എന്താ? സമ്യക്കായ ജ്ഞാനം, ശരിയായി സമ്യക്കായി ഉപേക്ഷിക്കുക, ന്യസിക്കുക, ഉപേക്ഷിക്കുക. സമ്യക്കായി എന്ന് ഉദ്ദേശിച്ചതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം രണ്ട് രീതി പറയാം. ഒന്ന്, നമ്മളിപ്പം വേണ്ട, എനിക്കിത് വേണ്ട എന്നിപ്പോൾ വെച്ചു, നാളെ അതിങ്ങി വേണമെന്ന് വിചാരിച്ചെടുക്കുക. അത് ശരിയല്ല, സന്യാസമല്ല. നല്ലതുപോലെ ധരിച്ച്. അതുപോലെ ഈ കാശിയിലൊക്കെ പോകുന്നൊരു പണ്ട് വരെ കാശി ചെല്ലുമ്പോൾ എന്തെങ്കിലും ഒന്ന് ഉപേക്ഷിക്കണമായിരുന്നു. അന്ന് അങ്ങനെയായിരുന്നു. കാശി കുറിച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ഒന്ന് ഉപേക്ഷിക്കണം.
പറയും ഇനി മേലെ ഞാൻ എന്താ ഒരു കഴിക്കുന്ന സാധനം കാരസ്കരം കാഞ്ഞിരം, ഞാൻ ഇനി മേലെ കാഞ്ഞിരക്കുരു തിന്നത്തില്ല എന്ന് പറയും. ഉപേക്ഷിച്ചു കാഞ്ഞിരക്കുരു. അതൊരു ഉപേക്ഷയല്ലല്ലോ, കാരണം നമ്മൾ ഉപേക്ഷിച്ചിരിക്കുന്ന ഒരു സാധനം, അതൊരു ഉപേക്ഷയല്ല. അതുപോലെ ഇന്ന് ഉപേക്ഷിച്ചിട്ട് നാളെ സ്വീകരിക്കുക, അതും ഉപേക്ഷയല്ല. ഉപേക്ഷ എന്ന് പറഞ്ഞാൽ വാസന എടുക്കുന്നതുകൊണ്ടാണല്ലോ പിന്നെയും ഉപേക്ഷിക്കുന്നത്, പിന്നെയും നമ്മളതിനെ സ്വീകരിക്കുന്നത്. അപ്പോൾ അതൊരു ഉപേക്ഷയില്ല. സമ്യക്കായിട്ട് അതിനെ ഉപേക്ഷിച്ചാൽ പിന്നെ ഒരു വേണം, അങ്ങനെ ഉപേക്ഷിക്കണം. അപ്പം അലിംഗാത് ഏതൈരുപായേതേ യസ്തു വിദ്വാൻ, ആരാണോ ഇപ്രകാരം എല്ലാം ഉപേക്ഷിച്ച് ആ ബ്രഹ്മസ്വരൂപത്തിൽ തന്നെ രമിച്ചുകൊണ്ട് ആത്മക്രീഡനായി ആത്മരതിയായിരിക്കുന്നത്, അവർ തസ്സേഷ ആത്മാവിശതേ ബ്രഹ്മധാമം, അവർ ബ്രഹ്മധാമത്തിലേക്ക് പ്രവേശിക്കുന്നു. ബ്രഹ്മധാമത്തിൽ പ്രവേശിക്കുന്നു, അതായത് ഇതിനകത്ത് ഇനി അടുത്ത ഇതിൽ പറയും, ഒരു കുടം പൊട്ടി ഘടാകാശം മഹാകാശമാകുന്നത് എങ്ങനെയാണ്, അതേപോലെ ഈ ശരീരം ഉപേക്ഷിക്കുമ്പോൾ നമ്മുടെ അന്ധകരണത്തിലാണല്ലോ ജീവൻ്റെ സ്ഥാനം, വിജ്ഞാനമേനിരിക്കുന്നത്. അന്ധകരണത്തിൻ്റെ കൂട്ടമല്ലേ, ഈ അഞ്ചും പിരിഞ്ഞു പോയാൽ പിന്നെ ഇയാൾ ഇവിടെ ഇരിക്കും. അന്ത്യം എന്ന് പറയുന്നത് ഈ പുനർജന്മമുള്ള ആളാണെങ്കിൽ അന്ധകരണം ഗതിയുണ്ട്, ഇവർക്ക് ഗതിയില്ല. ഗതിയില്ലാതെ വരുമ്പോൾ ഈ ഇതെല്ലാം വിഘടിക്കും. വിഘടിപ്പിച്ച് പോകുമ്പോൾ ഇരിക്കാൻ സ്ഥലമില്ല, പിന്നെ ജീവഭാവം ഇല്ലാതാകും. ശേഷ ആത്മാവിശതേ ബ്രഹ്മധാമം, ഇങ്ങനെ ബ്രഹ്മധാമത്തിലേക്ക് പ്രവേശിക്കും. യസ്മാദയമാത്മാ ബലഹീനേന ബലപ്രഹീണേന ആത്മനിഷ്ഠാജനിത വീര്യഹീനേന ന ലഭ്യഃ നാപി ലൗകിക പുത്രപശുവാദി വിഷയ സംഘനിമിത്തപ്രമാദാത് യഥാ തപസഃ വാപി അലിംഗാത് ലിംഗരഹിതാത് തപോ അത്ര ജ്ഞാനം ലിംഗം സന്യാസഃ സന്യാസരഹിതാത് ജ്ഞാനാത് ന ലഭ്യതേ ഇത്യർത്ഥ. ഏതൈഹി ഉപായൈഹി ബല അപ്രമാദ സന്യാസ ജ്ഞാനൈരേതതേ തൽപരഃ പ്രേതതേ യസ്തു വിദ്വാൻ വിവേകി ആത്മവിത്തസ്യ വിദുഷഃ ഏഷ ആത്മാ വിശദേ സംപ്രവിശന്തി ബ്രഹ്മധാമ. ആ നേരത്തെ പറഞ്ഞു പരമം ബ്രഹ്മധാമ, നേരത്തെ പറഞ്ഞു ഏറ്റവും ശ്രേഷ്ഠമായ ആശ്രയസ്ഥാനം ആയിരിക്കുന്ന ആ ബ്രഹ്മത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു ഇങ്ങനെ ഒരാൾ. നായമാത്മാ ബലഹീനേന ലഭ്യോ നചപ്രമാദാത്തപസോ വാപ്യലിംഗാത് ഏതൈവായേതദേസ്തു വിശ്വം തസ്യേഷാ ബ്രഹ്മധാമം.